ന്യൂസ് സർവീസ് ആരംഭിക്കുകയാണ്. അടിയൊഴുക്കും അന്തർനാടകവുമായി നാടിനെ അസ്വസ്ഥപ്പെടുത്താൻ നിയമനിർമ്മാണ സഭയെ ഉപയോഗപ്പെടുത്തിയ ഒരു ശ്രമത്തിനു കൂടി നരേന്ദ്രമോദിക്ക് തിരിച്ചടി. 2025 വഖഫ് ഭേദഗതി നിയമം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. നിക്ഷിപ്ത താൽപ്പര്യങ്ങളിലൂടെ മോദിയും കൂട്ടരും നെയ്തെടുത്ത വഖഫ് നിയമം സുപ്രീം കോടതിയിൽ സ്റ്റേയ്ക്ക് സമാനമായ സാഹചര്യത്തിൽ എത്തപ്പെട്ടു. വഖഫ് സ്വത്തുക്കളുടെ തൽസ്ഥിതി തുടരണം. വഖഫ് ബോർഡിലും കൗൺസിലിലും നിയമനം പാടില്ല. പരമോന്നത നീതിപീഠത്തിൻ്റെ ഇടക്കാല വിധി. ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയം കോടതി കേന്ദ്രത്തിന് നൽകി. ഭരണഘടനാ വിരുദ്ധമാണെന്നും നിലനിൽക്കില്ലെന്നും CPIM അടക്കം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചാവേളയിലടക്കം ഉന്നയിച്ച എല്ലാ ആശങ്കകളും കോടതിയുടെ ഇടപെടലിൽ കൂടുതൽ പ്രസക്തമാവുകയാണ്. ഇനി UP-യിലടക്കം ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഭരണകൂട ഭീകരതയിൽ എന്ത് പരിണാമം? മറ്റൊരു വിഷയം മുൻനിർത്തിയാണെങ്കിലും ജുഡീഷ്യറിയെ കടന്നാക്രമിച്ച് ഉപരാഷ്ട്രപതി രംഗത്തുവന്നതും ശ്രദ്ധേയമാണ്. അന്തിമവിധിയിൽ ആത്യന്തിക വിഷമത്തിൽപ്പെടുന്നതാരാണ്? ചർച്ച ചെയ്യാം. വഖഫിൻ്റെ വഴിയിൽ മോദി വഴുതി വീഴുമ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPIM, പ്രിൻറ്റു മഹാദേവ് BJP, KJ ജേക്കബ് മാധ്യമപ്രവർത്തകൻ. ആദ്യം BJP പ്രതിനിധി പ്രിൻറ്റു മഹാദേവിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. സാധാരണ കോടതി വിധികൾ വരുമ്പോൾ വിധി എങ്ങനെയുണ്ട് എന്ന ആദ്യത്തെ ഒരു വളരെ സ്വാഭാവികമായ ചോദ്യമുണ്ട്. അതിൽ നിന്ന് തന്നെ ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. പ്രിൻറ്റു, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് നേട്ടമല്ലല്ലോ. അല്ല, ഈ ഇടക്കാല ഉത്തരവ് BJP-യെ സംബന്ധിച്ചോ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയുമല്ല. അതും കൂടി പറയണമല്ലോ. ഇതിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ഇതിനകത്ത് സ്റ്റേ, ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യം അതായിരുന്നു, ഒരു സ്റ്റേ ഉണ്ടാവണം. സ്റ്റേ ഉണ്ടായില്ലല്ലോ. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെട്ടോ? സുപ്രധാന വിഷയങ്ങളിൽ കോടതി ഇടപെട്ട് നിർദ്ദേശങ്ങൾ തന്ന് പുതിയ നിയമവുമായി മുന്നോട്ട് പോകുന്നതിന് തടയിട്ടോ? അല്ല, അങ്ങനെ തടയിട്ടത് എങ്ങനെ പറയാൻ സാധിക്കുക സാർ? ഇതിനകത്ത് ഇതിൻ്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കോടതി ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ ഒന്ന് നമ്മളെ സെക്ഷൻ 40 അല്ലെങ്കിൽ 2A എന്ന് പറയുന്ന പിന്നീട് നമ്മൾ നിർവചിക്കപ്പെട്ടിട്ടുള്ള സെക്ഷൻ 40, അതുപോലെ വഖഫ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജഡ്ജ്മെൻറ്റ്, അതിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് കോടതി ഇടപെട്ടിട്ടില്ല. നമ്മളുടെ പ്രധാനപ്പെട്ട ആവശ്യം അതായിരുന്നല്ലോ. ഇപ്പോൾ വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിലെ സർവമാന ഗ്രാമാന്തരങ്ങളിലേക്കുമുള്ള ഈ വഖഫിൻ്റെ കടന്നുകയറ്റം, ആ കടന്നുകയറ്റത്തെ ചെറുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ സാമാന്യ വിഭാഗത്തിന് ജനങ്ങൾക്ക് നീതി കിട്ടുന്ന കാര്യത്തിനകത്ത് കോടതിയുടെ ഇടപെടൽ വളരെ സ്വാഗതാർഹമാണ്. നിങ്ങൾ കോടതിക്കകത്ത് നിങ്ങൾ ഒരു കാര്യം മാത്രമേ കേട്ടിട്ടുള്ളൂ. കോടതിയിൽ പല നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ആ നിരീക്ഷണങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. ഈ കോടതി തന്നെ അവിടെ നടത്തിയ നിരീക്ഷണത്തിലെത്തി പറയുന്നുണ്ട്, ഈ നമ്മുടെ ഡൽഹി ഹൈക്കോടതി വഖഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതോടൊപ്പം തന്നെ പാർലമെന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്ത് കാണുന്നില്ല. കോടതി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു വിഷയത്തിനകത്ത് ചില ഒരു സങ്കുചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാപിതമായ താല്പര്യത്തിൽപ്പെട്ട ചില ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള ഹർജിക്കാരായി വരുന്നു. ആ ഹർജിക്കാരിൽ തന്നെ ഭൂരിപക്ഷം ആളുകളെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് കോടതി ചെയ്യുന്നത്. 5 പേർക്ക് മാത്രമാണ് ഹർജി സമർപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് കോടതി പറയുന്നത്. അതോടൊപ്പം തന്നെ കോടതിക്ക് ആശങ്കയുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനകത്ത് ചില ചോദ്യങ്ങൾക്ക് അവിടെ നമ്മളുടെ സോളിസിറ്റർ ജനറൽ ഉത്തരം പറയുന്നു. അതോടൊപ്പം ചില ചോദ്യങ്ങൾ 7 ദിവസത്തിനകം നൽകാമെന്ന് പറയുന്നു. ഒരു കാര്യം BJP പ്രതിനിധി സമ്മതിച്ചത് നന്നായി. കോടതിക്ക് ഈ നിയമവുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട് എന്ന് BJP പ്രതിനിധി സമ്മതിച്ചു, പ്രിൻറ്റു സമ്മതിച്ചു. ആ ആശങ്ക കോടതിക്ക് തോന്നിയ സുപ്രധാന കാര്യങ്ങളിൽ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വഖഫ് സ്വത്തുക്കളുടെ തൽസ്ഥിതി തുടരണം എന്നതുപോലെയുള്ള ആശങ്കകൾക്കുമേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ കോടതി? അല്ല, അതിനകത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സാർ. ഇപ്പോൾ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ അതിൻ്റെ ചട്ടങ്ങൾ വരണമല്ലോ. ചട്ടങ്ങൾ സ്വാഭാവികമായി പൂർത്തീകരിക്കാൻ എന്തായിരുന്നാലും 3 ആഴ്ചയോളം ഇനി വേണ്ടിവരും. അപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി ഒരു 7 ദിവസത്തെ കാലയളവിനുള്ളിൽ അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അത് കറണ്ട് സ്റ്റാറ്റസ് തന്നെയാണ് നിലനിൽക്കുക. അതിനകത്ത് കോടതി അതിനെ ചോദ്യം ചെയ്തെന്നോ സ്റ്റേ ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഔചിത്യവും എനിക്ക് മനസ്സിലാവുന്നില്ല. ചട്ടങ്ങൾ നിലവിൽ വന്നാൽ മാത്രമാണല്ലോ ഒരു നിയമം പ്രാബല്യത്തിൽ വരിക. സ്വാഭാവികമായിട്ട് ചട്ടങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ തൽസ്ഥിതി തുടരും. അപ്പോൾ അതിനകത്ത് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട്
ഡീനോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം സർക്കാരിന് ഉണ്ടാവില്ല. അപ്പോൾ അതിനകത്തുള്ള ഒരു സാധാരണമായിട്ടുള്ള സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് കോടതിക്കകത്ത് ഉണ്ടായിട്ടുള്ളത്. അല്ലാത്ത വലിയ രീതിയിൽ തിരിച്ചടിയായെന്നോ അല്ലെങ്കിൽ നോക്കൂ, ഇതിനകത്ത് ആദ്യത്തെ ദിവസം തന്നെ കോടതി ഇതിനകത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പറഞ്ഞു ഇതിനകത്ത് പോസിറ്റീവായ പല ഘടകങ്ങളുണ്ട്, അത് നമുക്ക് പരിശോധിക്കപ്പെടണം. അതും കൂടി പറഞ്ഞല്ലോ. അതിനെതിരെയാണല്ലോ പറഞ്ഞത്. സ്റ്റേ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണല്ലോ പോയത്. അതിനകത്ത് കൃത്യമായിട്ട് കോടതി ഒരു സ്റ്റേയും നൽകിയില്ല. ആശങ്കകൾക്ക് ചില കൃത്യമായിട്ട് ഉത്തരം കേന്ദ്ര സർക്കാർ നൽകേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് 7 ദിവസത്തിനകം കേന്ദ്ര സർക്കാർ നൽകും. ഞാൻ താങ്കളിലേക്ക് വരാം. ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ, അദ്ദേഹം ഇത് നേട്ടമല്ലല്ലോ എന്ന ചോദ്യത്തിന് തിരിച്ചടിയല്ലല്ലോ എന്നാണ് BJP പ്രതിനിധി പറഞ്ഞൊരു കാര്യം. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കോടതിക്ക് ആശങ്ക തോന്നിയ ചില ഘടകങ്ങളുണ്ട്, സർക്കാരിന് പ്രവർത്തിക്കാൻ ആ കാര്യങ്ങളിൽ കഴിയില്ല, തൽസ്ഥിതി തുടരേണ്ടതായി വരും, കോടതിക്ക് മുമ്പാകെ ഇനിയും ഒരാഴ്ച അത് കഴിയുമ്പോഴേക്ക് മാത്രമല്ല ചട്ടമൊക്കെ രൂപപ്പെടുത്താനുണ്ട്, സർക്കാരിന് തന്നെ അതിന് 3 ആഴ്ച വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച കാലം എന്നൊന്നും പറയുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലൊരു ആശങ്ക കോടതി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് BJP പ്രതിനിധി തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുമുണ്ട്. ഇത് എന്നാൽ അപ്പുറത്ത് നോക്കൂ, വളരെ സുപ്രധാനമായ വിഷയത്തിൽ കോടതി സ്റ്റേ അനുവദിച്ചിട്ടുമില്ല. എന്നാൽ സ്റ്റേക്ക് സമാനമായ ഇടപെടലുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട്? സ്റ്റേ ഇല്ല, പക്ഷേ സ്റ്റേക്ക് സമാനമാണോ കോടതിയുടെ ഇടപെടൽ? മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം. ഒന്ന്, പൗരത്വ ഭേദഗതി നിയമം. ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധമാണ് പൗരത്വത്തിൽ മതം കലർത്തുന്നത്. ആ വിഷയം ഇതുവരെ നമ്മുടെ സുപ്രീം കോടതി കേൾക്കാൻ തയ്യാറായിട്ടില്ല. 2, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന വിഷയം, അതിൻ്റെ സ്റ്റേറ്റ്ഹുഡ് ഇല്ലാതാക്കിയ വിഷയം. സുപ്രീം കോടതി സ്റ്റേ കൊടുത്തില്ല. അത് കൈകാര്യം ചെയ്ത രീതി ഒരു തരത്തിലും ഒരു നീതീകരിക്കത്തക്ക രീതിയിലായിരുന്നില്ല. 3, ഇലക്ട്രൽ ബോണ്ട്. അത് സ്റ്റേ നൽകാൻ കോടതി തയ്യാറായില്ല. പക്ഷേ പിന്നീട് അന്തിമ വിധി വന്നപ്പോൾ എന്താ നമ്മൾ കണ്ടു. ഇവിടെ ഒറ്റ വായനയിൽ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന മൂലക്കല്ലുകളെ ഇളക്കുന്നതാണ് ഈ നിയമമെന്ന് പ്രാഥമികമായി മനസ്സിലാക്കാനായി എന്ന് ഇന്നലെ തന്നെ കോടതിയോട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ആ കോടതി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് എന്താണ് ഇന്ന് ഗവൺമെൻറ് എടുത്ത നിലപാട്? ഞങ്ങളുടെ മാനം കളയുന്ന വിധം സ്റ്റേ കൊടുക്കരുത്, ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നൊരു അണ്ടർടേക്കിംഗ് എഴുതി കൊടുത്തു. എന്താണ് അണ്ടർടേക്കിങ്? എന്തൊക്കെയാണോ ഈ വഖഫുമായി ബന്ധപ്പെട്ട് RSS വളരെ വളരെ വേഗത്തിലൂടെ നടപ്പാക്കാൻ ആഗ്രഹിച്ചത് അതൊക്കെ തടയിടപ്പെട്ടു. ഒന്ന്, ഭൂമിയുടെ തൽസ്ഥിതി തുടരണം. ഏതെങ്കിലും ഒരു ഭൂമിയെ വഖഫ് ഭൂമി അല്ല എന്ന് ഡീനോട്ടിഫൈ ചെയ്യാൻ ഗവൺമെൻറ്റിന് ഇപ്പോൾ സാധിക്കത്തില്ല. അത് വിജയമെന്നാണോ പരാജയമെന്നാണോ BJP വിചാരിക്കുന്നത്? അല്ല, 3 ആഴ്ച കഴിഞ്ഞ് ഈ കാര്യം നടപ്പാക്കാമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? 3 ആഴ്ച കഴിഞ്ഞ് ഇത് മാറ്റം വരുത്താൻ കഴിയും എന്ന് സുപ്രീം കോടതി ഇവരോട് പറഞ്ഞോ? അങ്ങനെ പ്രൈമ ഫേസി കേസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ കോടതി ഇങ്ങനൊരു കാര്യം പരാമർശിക്കപ്പെടുമോ? കോടതി ചോദിച്ചു, നിലവിലുള്ള വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളായ ആരെങ്കിലും ഇനി ഉണ്ടാകാൻ ഈ സ്റ്റേ നിലനിൽക്കുന്നിടത്തോളം സാധ്യമല്ല. അത് ഗവൺമെൻറ് അങ്ങോട്ട് എഴുതി കൊടുത്താണ്. കാരണം എന്താണ്? സുപ്രീം കോടതിയിൽ ചോദിച്ചു, ഹിന്ദുക്കളായ ആളുകളുടെ ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്തവരുണ്ടോ? അങ്ങനെ കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇന്ന് എഴുതി കൊടുത്തു, തൽക്കാലം മുസ്ലിങ്ങൾ മാത്രമേ വഖഫ് ബോർഡിലുണ്ടാവൂ. ഇത് ഗവൺമെൻറ് എഴുതി കൊടുത്താണ്. എഴുതി കൊടുത്തില്ലേ സ്റ്റേ കിട്ടിയേനെ. അപ്പോൾ അടി കിട്ടാതിരിക്കാൻ, അയ്യോ തല്ലൊന്നും വേണ്ട, എന്നെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നിലവിലുള്ള ഏതെങ്കിലും ഭൂമി വഖഫ് അല്ലാതാകാൻ പാടില്ല, കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറഞ്ഞു, പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്തു. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണോ പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്തത്, ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രപതിക്കുണ്ടായില്ല? ജഗദീപ് ധൻഖർ പറയുന്നു, രാഷ്ട്രപതിക്ക് ഒരു നിയമം ഒപ്പിടുന്നതിന് സമയവ്യവസ്ഥ വെക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ പാർലമെൻറ്റ് ഇങ്ങോട്ട് നിയമം പാസ്സാക്കിയപ്പോൾ എന്തുകൊണ്ട് സുപ്രീം കോടതി ഉപയോഗിച്ച ചോദ്യങ്ങൾ, ഉന്നയിച്ച ചോദ്യങ്ങൾ, ഇവിടെ വന്ന വിഷയങ്ങൾ രാഷ്ട്രപതിക്ക് തോന്നിയില്ല? അത് തോന്നാനാണ് രാഷ്ട്രപതി തടഞ്ഞു വെക്കുന്നതെങ്കിൽ അക്കാര്യങ്ങൾ രാഷ്ട്രപതി പാർലമെന്റിന് തിരിച്ചയക്കും 100 ചോദ്യമായിട്ട്. ഈ ചോദ്യങ്ങളുടെ രാഷ്ട്രപതി ഈ ചോദ്യങ്ങളോട് പാർലമെന്റിന് തിരിച്ചയക്കേണ്ടതായിരുന്നു. രാഷ്ട്രപതി തിരിച്ചയച്ചില്ല, അപ്പം തന്നെ ഒപ്പിട്ടു.
അതേസമയം കേരളമടക്കവും തയ്യാറാക്കിയ നിയമങ്ങളിൽ ഇത് 4 കൊല്ലമായിട്ട് ഉൾപ്പെടാതെ ബാക്കി നിൽക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട തമാശ ഉണ്ടായി. തമാശ എന്താണെന്ന് വെച്ചാൽ, പ്രിൻഡു മഹാദേവ് പറഞ്ഞൊരു വാചകം, സർവ്വ ഗ്രാമാന്തരങ്ങളിലേക്കും വഖഫ് ഇങ്ങനെ കടന്നു കയറും. അത് BJPയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന കള്ളമല്ലേ? ഒരു വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിങ്ങളായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഭൂമി വഖഫാകാൻ പറ്റൂ. മുസ്ലിം അല്ലാത്തൊരാൾക്കാണെങ്കിൽ അദ്ദേഹം രജിസ്റ്റേർഡ് പ്രമാണം ഉണ്ടാക്കി വേണം യത്തീംഖാനയ്ക്ക് കൊടുക്കാം. അപ്പം മുസ്ലിം അല്ലാത്തൊരാൾ എൻ്റെ ഭൂമി വഖഫ് ഭൂമി അല്ലാതെ വഖഫ് ഭൂമി ആകുമെന്ന് പേടിക്കണ്ട. കാരണം എന്താണ്? ആരുടെയെങ്കിലും ഭൂമി വഖഫ് ഭൂമി ആകത്തില്ല, ആധാരം വേണം. അവിടെയാണ് സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? 1000 കൊല്ലം പഴക്കമുള്ള ഒരു ആരാധനാലയത്തിന് പ്രമാണം കാണുമോ? കേരളത്തിലെ വിസ്തൃതമായ പല സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഇരിക്കുന്ന ഇടങ്ങൾ, ഈ ഇടങ്ങൾക്ക് ആധാരം ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് പറ്റുമോ? രാജാക്കന്മാർ ചെമ്പോലയിലും ഒക്കെ എഴുതിയ പല നീട്ടുകളുണ്ട്, അത് പലതും ചെതലടിച്ചു പോയി, കാണുന്നേ ഇല്ല. അവിടെ അമ്പലം ഇരിക്കുന്നു. നാളെ ആരെങ്കിലും അവിടെ വന്നിട്ട് ആധാരം ചോദിച്ചാലോ? അപ്പം നമ്മുടെ രാജ്യത്തുള്ള ഇതുപോലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ വാക്കാൽ ഒക്കെ കൊടുത്തിട്ടുള്ള കുറേയേറെ സ്ഥലങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കയ്യേറാൻ വേണ്ടി ഉണ്ടായ യോഗി ആദിത്യനാഥ് നടപ്പാക്കിയുള്ള പരിപാടികളുണ്ടല്ലോ, ആ പരിപാടി ഇന്ത്യ മുഴുവൻ, UP-യിലെ രാജവാഴ്ച, UP-യിലെ നീതിരഹിതമായ ഗുണ്ടാവാഴ്ച, ബുൾഡോസർ വാഴ്ച ഇന്ത്യ മുഴുവൻ നടപ്പാക്കാനുള്ള ഒരു തന്ത്രമാണ് പരാജയപ്പെട്ടത്. ഇന്ന് പെസഹയുടെ ദിവസം കൂടിയാണ്. ഒരു കാര്യം കൂടെ പറയാൻ എന്നെ അനുവദിക്കണം. എന്താണത്? പെസഹയുടെ എന്താണ് ഒരു ചുംബനമുണ്ടായത്? യേശുദേവനെ ചുംബിച്ചു. യേശുദേവനെ ചുംബിക്കുന്നൊരു ദിവസത്തിൽ എന്തിനാണ് യേശുദേവനെ ചുംബിച്ചത്? ഒറ്റുകൊടുക്കാനുള്ള അടയാളമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ടും ഈ നിയമവുമായി ബന്ധപ്പെട്ടും ഒറ്റുകൊടുക്കാൻ തയ്യാറായവരുണ്ട്, യൂദാസുകളുണ്ട്. ഈ പെസഹ ദിനത്തെങ്കിലും യൂദാസുകൾ പുനർവിചിന്തനം നടത്തണം. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, കാസ പോലുള്ള സംഘടനകൾ പുനർവിചിന്തനം നടത്തണം. യേശുദേവനെ ഒറ്റുകൊടുത്തതുപോലെ ഒരു മതവിശ്വാസത്തെ ഒറ്റുകൊടുക്കുക, ദൈവവിശ്വാസത്തെ ഒറ്റുകൊടുക്കുക എന്ന നിലയിലേക്ക് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പെസഹ ദിനത്തിൽ വിശുദ്ധിയോടുകൂടി പാപമോചനമുണ്ടാകാൻ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇന്ന് സുപ്രീം കോടതി ചോദിച്ച 1000 ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇവിടുത്തെ കാസാപൂറുള്ള സംഘടനകൾക്ക് മനസ്സിലായില്ല? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രഹാം സ്റ്റെയിൻസിനെ ഫിലിപ്പും തിമോത്തിയും എന്ന 2 കുഞ്ഞുങ്ങൾക്കൊപ്പം വധിച്ച കുറ്റവാളിയെ ജയിലിൽ നിന്നും BJPയുടെ ഗവൺമെൻറ് തുറന്നുവിട്ട ദിവസമായത്. ഒരു സംഭവത്തെ മാത്രമല്ല, തുടർച്ചയായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. ഇവിടെയാണ് മനസ്സിലാകുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അജണ്ട. ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. CPM മോദി ഗവൺമെൻറ് ഫാസിസ്റ്റ് ആയോ, ക്ലാസിക്കൽ ഫാസിസമാണോ എന്നൊക്കെ ചർച്ച ചെയ്തപ്പോൾ CPM എന്നതിൻ്റെ അപ്പുറം കൂടി ഗോവിന്ദൻ മാഷ് വ്യക്തമായി പറഞ്ഞു. എന്താണ് വ്യക്തം പറഞ്ഞത്? രാജ്യമെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിലാണ്. അതിൻ്റെ ഭാഗമാണ്, ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജുഡീഷ്യറി. അവർ നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ രാജ്യത്തിനകത്ത് പോരാട്ടത്തിൻ്റെ ഭാഗമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് സമരം ചെയ്യാനും മുന്നോട്ട് പോകാനും വഴികളുണ്ട്. അതുകൊണ്ട് നവഫാസിസത്തിൻ്റെ വിഷപ്പല്ല് പറിക്കുന്ന പ്രവർത്തനത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഫലപ്രദമായ ഒരു കവചമായി മാറി. കർണൻ്റെ കവചം പോലെ സുപ്രീം കോടതിയുടെ കവചത്തെക്കുറിച്ച് പറഞ്ഞാൽ ചില ആളുകൾ പൊള്ളട്ടെ. ഇവിടെ ശ്രീ KJ ജേക്കബ്, കേന്ദ്ര സർക്കാരിന് ഒരു അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്കേണ്ടി വന്നു. ശ്രീ അനിൽകുമാർ പറഞ്ഞു വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം. സ്റ്റേക്ക് സമാനമാണ് ആ ഇടപെടൽ സംഭവിച്ചിരിക്കുന്നു. നേരത്തെ പ്രിൻഡു തന്നെ പറഞ്ഞു, ആ തൽസ്ഥിതി തുടരുന്ന സാഹചര്യമാണ്. ആശങ്കകൾ കോടതി തന്നെ അവതരിപ്പിച്ചു എന്നതൊക്കെ BJPയും കാണുന്നു. പക്ഷേ അതൊരു തിരിച്ചടിയായി അവർ കാണുന്നില്ല. താങ്കൾ ഈ വിധിയെ അല്ലെങ്കിൽ ഈ ഇടക്കാല ഉത്തരവിനെ ആകെ പരിശോധിക്കുമ്പോൾ 2025 ഈ വഖഫ് നിയമം, മോദി സർക്കാർ കൊണ്ടുവന്ന ഈ വഖഫ് നിയമം, അതിൽ സർക്കാരിൻ്റെയും സംഘ്പരിവാറിൻ്റെയും താല്പര്യങ്ങളുണ്ട്. അതിനെ പലതിനെയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് നടത്തിയതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നലെ തുടങ്ങിയുള്ള സുപ്രീം കോടതിയുടെ ഹിയറിങ്ങിൽ നമ്മളതാണ് മനസ്സിലാക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നു BJPക്കാർക്ക് പോലും മനസ്സിലാകേണ്ടതാണത്. ഈ 95 വഖഫ് നിയമത്തിൽ വഖഫ് എന്താണ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി
സ്വത്തുകൾ മാറ്റിവെക്കുന്നത്, അതാണ് വഖഫ്. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മുസ്ലിം വിശ്വാസപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ ഒരു അമുസ്ലിം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതിൽ പകുതിയിലധികം പേർ വേണമെങ്കിൽ മുസ്ലിം ആകാം എന്നുള്ളൊരു വ്യവസ്ഥ ലോകത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. BJP-ക്കാർക്ക് അതാണ് കോടതി ചോദിച്ചത്, നിങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയിൽ അഹിന്ദുക്കളെ അംഗീകരിക്കുമോ? ഇപ്പം ദേവസ്വം ബോർഡുകളുടെ കാര്യം പറഞ്ഞാൽ, ദേവസ്വം ബോർഡിന് 2 പരിപാടിയുണ്ട്. ക്ഷേത്രങ്ങളുടെ പൂജാതി കാര്യങ്ങൾ തുടങ്ങിയ മതവുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ക്ഷേത്രഭൂമി പരിപാലിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ക്ഷേത്രഭൂമി പരിപാലിക്കുന്ന കാര്യത്തിൽ നമുക്കെന്നാൽ ഒരു മിടുക്കൻ മാനേജ്മെൻറ്റ്, അതാണ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ഒരാളെ വെക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ തൃശ്ശൂർ ജില്ലാ കളക്ടർ അംഗമാണ്. ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. തൃശ്ശൂർ ജില്ലാ കളക്ടറായിട്ട് ഒരു അഹിന്ദുവിനെ വെക്കില്ല എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പോലും അത് വെക്കില്ല. വേണമെങ്കിൽ വെക്കാൻ മേലെ വെക്കാം, എന്നിട്ട് ഇതേ ആർഗ്യുമെൻ്റ് എടുത്ത് വെക്കാം. എന്തിനാണ് നമ്മൾ ഈ മനുഷ്യരുടെ ഇടയ്ക്ക് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് അത് റെഗുലേറ്റ് ചെയ്യണം. അത് വളരെ ന്യായമായ കാര്യമാണ്. കാരണം ഇത് വേറൊരാളെ ഏൽപ്പിക്കുന്നതാണ്. ഒരാൾ അയാളുടെ സ്വത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവണ്ണം നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ആ മനുഷ്യനോട് സ്റ്റേറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് അതിൻ്റെ അകത്തൊരു ഇൻ്റർവെൻഷൻ നടത്തുക എന്നുള്ളത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവശ്യത്തിനാണ്? അതിൻ്റെ അർത്ഥം ഈ രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെയും RSSൻ്റെയും നീക്കമാണ്. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് 52 ഏക്കർ വഖഫ് ഭൂമിയായി നേരത്തെ പരിഗണിച്ചിരുന്ന സ്ഥലം ഇന്നലെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന് സർക്കാർ പിടിച്ചെടുത്തു. ഇന്നിപ്പോൾ സർക്കാരിൻ്റെ സ്റ്റേ വന്നതുകൊണ്ട് BJP തിരിച്ചടിയല്ല എന്നൊക്കെ പറഞ്ഞാലും തൽക്കാലം ഒരാഴ്ചത്തേക്ക്, അതായത് മെയ് 3 വരെ എന്തായാലും ഈ പിടിച്ചെടുക്കൽ പരിപാടി നടക്കില്ല. അത്രമാത്രം ആശ്വാസമാണ്. അതുപോലെ തന്നെയാണ് ഒരാൾ 5 വർഷം മുസ്ലിം ആയെങ്കിൽ മാത്രമേ ഇതിനു വേണ്ടി കൊടുക്കാൻ പാടുള്ളൂ എന്ന്. ഇതൊന്നും നമ്മൾ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കാണിക്കിടാൻ നേരത്ത്, അല്ലെങ്കിൽ അവർ കൊടുക്കാൻ നേരത്ത് അയാൾ ക്രിസ്ത്യനാണെന്ന് നിർബന്ധം പിടിക്കാൻ പാടുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഭരണഘടന നൽകുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങളല്ലേ. മതവിശ്വാസം കൊണ്ട് നടക്കാനും മതസ്ഥാപനങ്ങൾ നടത്താനും ഭരണഘടനയുടെ 25ഉം 26ഉം വകുപ്പുകൾ, 14ാം വകുപ്പ് നിയമത്തിൻ്റെ പരിഗണന എല്ലാവർക്കും ഉള്ളത്, ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഇത് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് പലപ്പോഴും ഈ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് പലയിടത്തും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ദുരുപയോഗങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. പക്ഷേ ദുരുപയോഗങ്ങൾ മാത്രം വെച്ചിട്ട് ഇപ്പോൾ അജ്മീർ ദർഗ, അതിൻ്റെ പുറത്ത് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് സംഘപരിവാരം. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ അവരൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് കൊണ്ടു നടക്കുന്ന അജ്മീർ ദർഗയുടെ പുറത്ത് എന്തിനാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത്? അപ്പോൾ ഈ കലാപരിപാടികൾ നിർത്തിക്കാനുള്ള ഒരു ഇടപെടൽ, അത് അഭംഗുരം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വഖഫ് സ്വത്തുകൾ ഒരു കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ്, പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, കാരണം ജില്ലാ കളക്ടറോ സർക്കാർ നിയമിക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനോ നിയമിക്കുക, ഇന്നലെ ഉത്തർപ്രദേശിൽ പിടിച്ചെടുത്തതുപോലെ ഏതൊക്കെ വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കുമായിരുന്നു നമുക്കറിയില്ല. വെറുതെ പ്രത്യേകിച്ച് ഒരാവശ്യമില്ലാതെ മുസ്ലിം മത ന്യൂനപക്ഷത്തിൻ്റെ പുറത്ത് മെക്കെട്ട് കയറി അവരെ ശത്രുക്കളായിട്ട് കണക്കാക്കി ഹിന്ദു വോട്ട് ബേസ് വീണ്ടും സമാഹരിക്കാനുള്ള BJPയുടെ ശ്രമമാണിത്. നമ്മുടെ ഭരണഘടന ഈ രൂപത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്തരം പരിപാടികളിൽ നിന്ന് സർക്കാർ വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഇവർ മാത്രമല്ല വിട്ടുനിൽക്കേണ്ടത്. ഇങ്ങനെ രാജ്യത്തെ മനുഷ്യരെ അവർ കൊണ്ടു നടക്കുന്ന കാര്യം, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. പഴയ നിയമത്തിലെ സെക്ഷൻ 40 വഖഫ് ബോർഡിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള അവകാശം ഈ പുതിയ നിയമത്തിൽ ഇല്ലാതാക്കി. ആരും അതിനെ ചോദ്യം ചെയ്തില്ലല്ലോ. ഈ മുനമ്പത്തടക്കം ഇവിടുത്തെ കേരളത്തിലെ ഈ കാസയും സംഘപരിവാരം അടക്കം പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. വഖഫ് ബോർഡിന് ഒരു സ്വത്ത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നിയാൽ അവർക്ക് തന്നെ വിവരം അന്വേഷിക്കാനും അവർക്ക് തന്നെ തീരുമാനിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു പഴയ നിയമത്തിലെ സെക്ഷൻ 40. അത് ഈ നിയമത്തിൽ എടുത്തു കളഞ്ഞു. അത് തിരികെ വെക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടില്ല. അതൊരു അന്യായമായിട്ട് നിയമമായിട്ടാണ് ഞാനും കണക്കാക്കുന്നത്. അതെടുത്ത് കളഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കൊന്ന് മുസ്ലിം സംഘടനകൾ പോലും, ഞാൻ സുപ്രീം കോടതിയിൽ മിക്കവാറും ഹിയറിംഗ് കേട്ടതാണ്, അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല. അപ്പം അത്തരം ഒരു മര്യാദയില്ലാത്ത ഒരു സെക്ഷൻ, അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്ത ഒരു സെക്ഷൻ
ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ ഭരണഘടന നൽകുന്ന വളരെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതിൽ ജുഡീഷ്യറിയുടെ ഇൻ്റർവെൻഷൻ എപ്പോഴും ഉണ്ടാകാറില്ല, പക്ഷേ ഈ കേസിൽ ഉണ്ടായി എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, പഞ്ചാബിലെ സിഖ് മതത്തിൽപ്പെട്ട മനുഷ്യർ വലിയ പ്രക്ഷോഭത്തിലാണ് ഈ വഖഫ് ഇതിനെതിരെ. കാരണം ഇതൊരു മതത്തിൽ മാത്രമല്ല വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ, ഓർക്കുന്നുണ്ടോ വഖഫ് നിയമം പാസ്സാക്കിയ അന്ന് കേരളത്തിൽ സംഘപരിവാരം വളരെ സന്തോഷത്തോടുകൂടി പ്രചരിപ്പിച്ച ഒന്ന് രണ്ട് പ്രതികരണങ്ങളുണ്ടായിരുന്നു. ക്രിസ്ത്യൻ പേരുള്ള ഒന്ന് രണ്ട് പേരുടെ പ്രതികരണമാണ്. അതായത് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പൗരത്വം പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരൊറ്റ ഇന്ത്യൻ മുസ്ലിമിൻ്റെയും പൗരത്വം പോയില്ല. ജമ്മു കാശ്മീരിൻ്റെ 307 എടുത്ത് കളഞ്ഞപ്പം കാശ്മീർ മുഴുവൻ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അതുപോലെ തന്നെയാണ് വഖഫ്. അങ്ങനെയല്ലല്ലോ. പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ ഒരു കാരണവശാലും മതം ഒരു ഘടകമാകാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് നമ്മൾ പൗരത്വം പോലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ പൗരത്വം മതം ഒരു ഘടകമാക്കുകയാണ്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിവേര് മാന്തത്തിന് തുല്യമല്ലേ. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ സങ്കലനമാണ് ഈ നമ്മുടെ രാജ്യമെന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ഒന്നാമത്തെ അനുച്ഛേദം പറയുന്നു. ഒരു സംസ്ഥാനത്ത് നിന്നിപ്പിൽ കേന്ദ്രഭരണ പ്രദേശമാക്കുകയാണ്. നാളെ കേരളത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് പറ്റുമെന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതി മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ പല മൂല്യങ്ങളെയും പല നിബന്ധനകളെയും ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നതിൽ ഒരു കേസിൽ വളരെ നിർണായകമായ ഇടപെടലുണ്ട്. വളരെ ആശ്വാസകരമായ ഒരു ഇടപെടൽ എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റൂ. ഇവിടെ പ്രിൻറ്റു, ഇവർ രണ്ടുപേരും വളരെ ശക്തമായി തന്നെ വളരെ നിർണായകമായ ഇടപെടൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഒന്നാമത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം അത് ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നടന്നു വരുന്നത്. അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഭരണഘടനാപരമല്ല എന്ന് തിരിച്ചറിവ് ഉണ്ടായില്ലേ? അതാണ് ഒന്നാമത്തെ ഇടപെടലിൻ്റെ ഏറ്റവും വലിയ സ്വാധീനം. കോടതി ആ വിധത്തിൽ തന്നെ ഇടപെട്ടിരിക്കുന്നു. രണ്ടാമത്തത് വളരെ പ്രധാനം, നേരത്തെ അനിൽകുമാർ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ അണ്ടർടേക്കിംഗ് എഴുതി കൊടുത്തത് കൊണ്ടാണ് ഒരു സ്റ്റേയിലേക്ക് പോകാതെ തൽക്കാലം തടി രക്ഷിക്കാൻ അല്ലെങ്കിൽ മാനം രക്ഷിക്കും വിധത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. മൂന്നാമത്തെ കാര്യം, RSSൻ്റെ ഒരു വലിയ നീക്കം അത് തൽക്കാലത്തേക്കെങ്കിലും തടയപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് ശ്രീ KJ ജേക്കബ് പറഞ്ഞു. ഇന്നലെ ഈ സാഹചര്യത്തിൽ തന്നെ UP-യിലടക്കം വഖഫ് ഭൂമികൾ പിടിച്ചെടുക്കും വിധത്തിലേക്ക് യോഗി സർക്കാർ നീങ്ങി. അപ്പോൾ അങ്ങനത്തെ പരിശ്രമങ്ങൾക്ക് താൽക്കാലികമായ ഒരു തടയിടൽ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ തരത്തിൽ നോക്കിയാൽ ഈ നിയമത്തിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേറ്റീവ് പാർട്ട്, നിങ്ങളെ സംബന്ധിച്ചുള്ള താല്പര്യം, അതിനെ വളരെ ശക്തമായി തന്നെ തൽക്കാലത്തേക്ക് തടയിടാൻ സുപ്രീം കോടതി ഇടപെട്ടു. എന്താ സംശയം? അല്ല, അതിനകത്ത് അങ്ങനെ ഒരു സ്ഥാപിത താല്പര്യം വെച്ചുകൊണ്ടൊരു നിയമം കൊണ്ടുവന്നതിനെ എന്ന് നമുക്ക് വയ്ക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ബില്ല് ഭേദഗതിക്ക് വരുന്ന ഒരു ബില്ല്, ആ ബില്ലുമായി ബന്ധപ്പെട്ടൊരു തർക്കം നടക്കുന്നു. ആ തർക്കം നടക്കുന്ന സമയത്ത് അതിലെ കക്ഷികൾ ഉന്നയിക്കുന്ന വിവാദപരമായ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് അവർ വിശദീകരണം ചോദിക്കുന്നു. അതിന് കൃത്യമായ സാവകാശം കൊടുക്കുന്നു. അത് വളരെ ഒരു കോടതിയുടെ ഒരു പ്രോസസ്സ് മാത്രമായിട്ട് കണ്ടാൽ മതി. അതിനകത്തൊരു തിരിച്ചടി എന്ന് നിങ്ങളതിനെ വ്യാഖ്യാനിക്കേണ്ട. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങ് ഉത്തർപ്രദേശിലെ ഭൂമി ഏറ്റെടുക്കാൻ പോയതിനെക്കുറിച്ച് നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞു. അങ്ങ് മനസ്സിലാക്കണം, ഇതിന് ഗുണഭോക്താക്കളായിക്കൊണ്ട് ആദ്യം ഈ കേരളത്തിൽ വന്നത് ഈ ബില്ലിനെതിരെ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ആളുകളാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ സെയ്ദ് കോളേജ് വഖഫിൻ്റെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ആരാണ്? മുസ്ലിം ലീഗുകാരാണ്. അപ്പോൾ നോക്കൂ, ഇവരുടെ മനസ്സിനകത്ത് തന്നെ സത്യത്തിൽ ഇവരൊരു ഒരു സമുദായ ഒരു വികാര പ്രക്ഷുബ്ധതയിൽ നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിട്ടാണ് വഖഫ് വിഷയത്തെ കാണുന്നത്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് മുസ്ലിം ലീഗുകാരടക്കം ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് സന്തോഷം കൊള്ളൂ എന്നുള്ളതാണ് അവരുടെ കഴിഞ്ഞ ദിവസത്തെ കണ്ണൂരിലെ നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നേരത്തെ ജേക്കബ് സാറ് പറഞ്ഞതുപോലെ ഈ ദേവസ്വം ബോർഡിനെ വഖഫ് ബോർഡിനെയും ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പം ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആചാരങ്ങളോ വിശ്വാസങ്ങളോ ആ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനം മാത്രമാണ്. അതിനകത്ത് ഒരു സിവിൽ പ്രശ്നം വന്നു
കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് ഇടപെടാൻ സാധിക്കില്ല. അതിന് ഇവിടുത്തെ കോടതികളുണ്ട്. അതുപോലെയാണ് വഖഫ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് നോക്കൂ, അവൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട മതപരമായ കാര്യങ്ങളും ആചാര നിർവഹണം നടത്തുന്ന മുസ്ലിം ജമാഅത്തുകളാണ്, മഹല്ലുകളാണ്. രണ്ടാമത് മുസ്ലിം പഠനമാണെങ്കിൽ അത് മദ്രസ ബോർഡുകളുണ്ട്. മൂന്നാമത് ഒരു സിവിൽ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് വഖഫ്. ആ വഖഫിനകത്ത് ഇൻക്ലൂഡ് ആയിക്കൊണ്ട് കേസുകൾ നടക്കുന്നതിൽ ഭൂരിപക്ഷവും ആരുടെ സ്വത്താണ്? ഒന്നിൽ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ മുസ്ലിം, അല്ലെങ്കിൽ സർക്കാർ. അങ്ങനെ 3 തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിനകത്തേക്ക് 2 അമുസ്ലിം അല്ലെങ്കിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ വരുന്നതിന്റെ പ്രശ്നം എന്താണ്? അതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതിനകത്ത് അത് കോടതിയിൽ തന്നെ നടന്നിട്ടുള്ള പ്രശ്നമാണെന്ന് കോടതിക്ക് പുറത്ത് അല്ല സാർ, അതിനകത്ത് ഇവർ പറഞ്ഞത് 11 അംഗങ്ങളിൽ അങ്ങനെയല്ല. കോടതി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ 11 അംഗങ്ങളിൽ കൂടുതൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് കോടതി പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, അവരെയൊക്കെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ പാടില്ല എന്നുള്ളത് കോടതി പറയുന്നത്. നിങ്ങളല്ലാതെ അതിലൊരു ഭൂരിപക്ഷം അമുസ്ലിങ്ങളെ നിറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി ഇടപെട്ടു. എന്താ സംശയം? അത് അങ്ങനെ തന്നെയാണ്. ഇനി BJP പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് പറയേണ്ടതായ പരിമിതി മനസ്സിലാക്കാം. പക്ഷെ അതായിക്കോളൂ. പക്ഷേ അങ്ങനെയല്ല കോടതി ഇടപെട്ടത്. പറയും. അല്ല, ഞാൻ പറയും, നിങ്ങൾ നോക്കൂ, സ്വാഭാവികമായി ഈ ബില്ലിനകത്തുള്ള സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ് അതിനകത്ത് നോൺ മുസ്ലിങ്ങളായ ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ തോന്നുന്നു കേരളത്തിൽ തന്നെ 53,000 വഖഫിന്റെ അവരുടെ വാഫിക്കകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പുതിയ പ്രോപ്പർട്ടികളുണ്ട്. 2013 BJP അവകാശപ്പെടുന്നത് സുതാര്യത, ബില്ലിന്റെ സുതാര്യത, അതിനാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നു. കോടതി അത് ആ നിലയിൽ അക്സെപ്റ്റ് ചെയ്തില്ല, അത് വേറെ കാര്യം. ഈ ചർച്ചയ്ക്കെങ്കിലും അത് നമുക്ക് വേറെ തരത്തിൽ എടുക്കേണ്ടി വരുമോ? ശ്രീ ജേക്കബ്, താങ്കൾ കൈ ഉയർത്തിയതുകൊണ്ടാണ്. ഞാൻ ശേഷം ശ്രീ അനിൽകുമാറിലേക്ക് വരാം. ചുരുക്കത്തിൽ ഞാനതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പഴയ ബോർഡാണ് എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഈ ബോർഡിന് തന്നെ ഒരു, നിങ്ങൾ പറയുന്ന പോലെ ഒരു അമുസ്ലിമിൻ്റെയോ പിന്നെ മുസ്ലിമിൻ്റെയോ ഒരു പ്രോപ്പർട്ടി വഖഫ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നേരത്തെ ബോർഡിനുണ്ടായിരുന്നു. ആ ബോർഡിൽ മുസ്ലിങ്ങൾ മാത്രമുള്ളൊരു ബോർഡ് ഇത്തരമൊരു തീരുമാനമെടുക്കുന്ന സെക്ഷൻ 40ക്ക് ഞാനെതിരാണ് വ്യക്തിപരമായിട്ട്. ഞാനതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലുള്ള ബോർഡിന് അധികാരമില്ല. പുതിയ നിയമത്തിൽ ആ അധികാരം എന്നുള്ളത് ജില്ലാ കളക്ടറിലേക്ക് മാറ്റി. പിന്നെ എന്തിനാ ആ ബോർഡിൽ ഹിന്ദുക്കളെ കൊണ്ടുപോയി വെക്കും? നിങ്ങൾ പറഞ്ഞ പഴയ ബോർഡാണെങ്കിൽ, അതായത് പഴയ ട്രിബ്യൂണലിൻ്റെ സ്വഭാവമുള്ള ബോർഡാണെങ്കിൽ അതൊരു സെക്യുലർ ബോഡി ആയിരിക്കണം, അതിൻ്റെ അകത്ത് അമുസ്ലിങ്ങളുണ്ടായിരിക്കണം. പുതിയ നിയമത്തിലെ ബോർഡിന് എന്താണ് അധികാരം? ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അമുസ്ലിമായിട്ടുള്ള ആളുകളുമായിട്ട് അവരുടെ പുറത്ത് അവരെ ബാധിക്കുന്ന ഒരു തീരുമാനവും എടുക്കാൻ ഇപ്പോഴത്തെ ബോർഡിന് അധികാരമില്ല. ആ ബോർഡിന് ഈ സർക്കാർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരടുത്ത് പോയി കേസ് പറഞ്ഞേ പറ്റൂ. എന്തിനാണ് ആ ബോർഡിൽ ആ മുസ്ലിമിനെ നിയമിക്കുന്നത്? അതിൻ്റെ ലോജിക്ക് ഒന്ന് പറഞ്ഞു തരാമോ? ശ്രീ അനിൽകുമാറിൻ്റെ കൂടി ഇക്കാര്യത്തിലുള്ളൊരു അഭിപ്രായം എടുത്തുകൊണ്ട് പ്രിന്റുവിലേക്ക് വരാം. അല്ല, പ്രിന്റു പറയട്ടെ, അതിൻ്റെ ഉത്തരം ഒന്ന് പറയട്ടെ. നല്ല ചോദ്യമാണ് ചോദിച്ചത്. അല്ല, ഇതിനകത്ത് പറഞ്ഞല്ലോ, ഇതിനെ സംബന്ധിച്ചൊരു കേന്ദ്രത്തിലേക്ക് പറയാം. ഇതിനകത്ത് പറഞ്ഞല്ലോ, ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ മത നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവവും ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യകതയാണ്. അത് ഏത് ബോർഡിനകത്തായിരുന്നാലും ഇത്തരത്തിലുള്ള സിവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസിനകത്ത് 2 നോൺ മുസ്ലിങ്ങളായ ആളുകൾ വരുന്നത് കൊണ്ട് എന്താണ് വിഷയം? അതിനകത്ത് എന്താ വിഷയം? അതിനകത്ത് ഒരു വിഷയവുമില്ല. ഇത് നോക്കൂ, ഒരു മതപരമായ ഹജ്ജ് കമ്മിറ്റിക്കകത്ത് നോൺ മുസ്ലിമിനെ വെക്കുന്നതിൽ നിങ്ങൾക്ക് എതിർക്കാം. അപ്പം മദ്രസ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നോൺ മുസ്ലിമിനെ വെക്കുന്നത് നിങ്ങൾക്ക് എതിർക്കാം. മഹല്ല് കമ്മിറ്റിക്കകത്ത് നോൺ മുസ്ലിമിനെ വെക്കുന്നത് നിങ്ങൾക്ക് എതിർക്കാം. ഇത് നോക്ക്, ഇത് സിവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട്, സിവിൽ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനം മാത്രമാണ്. ആ സംവിധാനത്തിനകത്ത് 2 നോൺ മുസ്ലിങ്ങൾ വരുന്നത് കൊണ്ട് എന്താ പ്രശ്നം? ഓക്കെ, ഈ വിഷയങ്ങളെ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത് സുപ്രീം കോടതി ഈ ഘടകങ്ങളെ, ഈ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിച്ചു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം. സുപ്രീം കോടതിയാകട്ടെ, ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഈ കാര്യങ്ങളിൽ വലിയ ആശങ്കയും സംശയവും ഉന്നയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഉത്തരവിൽ വളരെ ശക്തമായി തന്നെ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പാകെ വെക്കുകയും ചെയ്തു. ശ്രീ അനിൽകുമാർ, അങ്ങനെയാണ് കോടതിയിൽ സംഭവിച്ചത്. ഇത് BJPയുടെ വാദമാണ്. ഇത് രണ്ടും 2 തന്നെയാണ്. ശ്രീ അനിൽകുമാർ, ഒന്ന്, നിലവിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വിൽപ്പത്രപ്രകാരമോ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വഴിയോ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാത്ത ഒരു സ്ഥലവും വഖഫാവില്ല.
അപ്പോൾ വഖഫ് ട്രിബ്യൂണൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഏകപക്ഷീയമായി അവർക്ക് അത് കൈകാര്യം ചെയ്യാനാവില്ല. ആ വഖഫുമായി ബന്ധപ്പെട്ട് ഒരു അടിസ്ഥാന സംവിധാനം ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായി അത് രേഖകളിൽ അത് ആ വഖഫുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യമായി മാറണം. തളിപ്പറമ്പിലെ കാര്യത്തിൽ മുഖ്യമന്ത്രി അതാണ് പറഞ്ഞത്. നിലവിൽ കരം കെട്ടിക്കൊണ്ടിരുന്നത് ജമായത്തിൻ്റെ പേരിലാണ്. ജമായത്തിൻ്റെ പേരിൽ കരം കെട്ടിക്കൊണ്ടിരുന്നൊരു വസ്തു വഖഫ് ഭൂമിയാണ് എന്ന് രേഖകളുണ്ട്. അത് വഖഫ് അല്ലാതെയാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു. അപ്പോൾ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് പുതിയ കാര്യമല്ല. ഇന്ത്യ രാജ്യത്ത് വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേ മതവിഭാഗത്തിൽപ്പെട്ട കയ്യേറ്റക്കാരും കച്ചവടക്കാരും ഒക്കെ തന്നെയാണ്. അവരിൽ നിന്നും അതിനെ സംരക്ഷിക്കാനുള്ള നിയമ സംവിധാനമാണ് വഖഫ് ബോർഡ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് അതിലെ കയ്യേറ്റക്കാരാണ്. അതിന് BJP കൂട്ടുനിൽക്കുകയാണ്. എന്നിട്ട് ഈ വഖഫിൻ്റെ ഭൂമിയെല്ലാം നാളെ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വീതിച്ചു കൊടുക്കുമെന്നൊരു കള്ളം. 2, ഹിന്ദുക്കളായ ആളുകളുടെ ക്രിസ്ത്യാനികളായ ആളുകളുടെ എല്ലാം ഭൂമി നാളെ വഖഫായി മാറാനിടയുണ്ട് എന്ന അടുത്ത കള്ളം. ഇങ്ങനെ കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിലെ ഒരു പുതിയ വാക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നു, വഖഫ് ഭീകരത. ആ വാക്ക് പറയുന്നവർക്കുള്ള ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ വസ്തുവും വഖഫാവില്ല. രജിസ്റ്റർ ആധാരപ്രകാരം ഒരാൾ മുനമ്പമാണ് ഉദാഹരിച്ചത് അനിൽകുമാർ. മുനമ്പം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എങ്ങനെയാണ് കള്ളമാവുക? യെസ്, ഞാൻ മുനമ്പത്തിന് ഉത്തരം പറയാം. തിരുച്ചെന്തൂരുണ്ട്, കർണാടകയിലെ മുനമ്പത്ത് അവിടുത്തെ കോളേജിൻ്റെ കയ്യിൽ നിന്നാണ് മുനമ്പക്കാർ വസ്തു വാങ്ങിച്ചത്. ഞാൻ പറയട്ടെ സാർ. മുനമ്പത്തെ ഭൂമി അവിടുത്തെ 610ഓളം കുടുംബങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചത് എവിടുന്നാണ്? ഫറൂഖ് കോളേജിൻ്റെ പക്കൽ നിന്നാണ്. ഫറൂഖ് കോളേജിന് ആ ഭൂമി എവിടുന്ന് കിട്ടി? അതിൻ്റെ ഉടമസ്ഥനായിരുന്ന ഒരാൾ വഖഫ് ചെയ്ത് കൊടുത്തു, സേട്ടിൻ്റെ ഭൂമി ആയതുകൊണ്ടാണ് വഖഫായത്. മുന്നുടമ സേട്ടാണ്. ഒരു മുസ്ലിം അല്ലാത്ത ആരുടെയെങ്കിലും ഒരാളുടെ വസ്തു ഇന്ത്യ രാജ്യത്ത് ഇങ്ങനൊരു പ്രമാണമില്ലാത്ത വസ്തു, അല്ലെങ്കിൽ ഇപ്രകാരം ഒരു ദാനം ചെയ്യാത്തൊരു വസ്തു, ദൈവകാര്യത്തിന് മാറ്റിവെക്കാത്തൊരു വസ്തു വഖഫാണ് എന്ന വാദം ഉന്നയിച്ച് ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാമോ? ഇന്ത്യ രാജ്യത്ത് എവിടെങ്കിലും പറയാൻ പറ്റില്ല. നിങ്ങൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പറഞ്ഞു അവിടെ കാൽപ്പാത്തി വഖഫാകാൻ പോവാണ്, പിന്നെ ശബരിമല വഖഫാകാൻ പോവാണ്, അവിടെ വാവൂർസ്വാമിയുടെ ക്ലെയിം ഉണ്ടെന്ന്. നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലാതെ നിങ്ങളിപ്പം മുനമ്പത്തെ ഉദാഹരണം പ്രിന്റു ഞാൻ ചലഞ്ച് ചെയ്തല്ലോ പ്രിന്റു. രേഖകളുണ്ട്. ഈ വഖഫ് വിഷയം വന്നപ്പോഴാണ് അതൊക്കെ അപ്രത്യക്ഷമായത്. കേരളത്തിൽ 52,000 പ്രദേശങ്ങളിലായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് വരുന്ന പ്രദേശമാണ് കൽപ്പാത്തി. നോൺ മുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകളുടെ 6500ഓളം പ്രോപ്പർട്ടികൾ വഖഫ്. അനിൽകുമാർ, കൽപ്പാത്തി എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പാത്തിയിലെ ഭൂമിയൊന്നും ആർക്കും കിട്ടൂല. ഇന്നത്തെ ഏതെങ്കിലും വില്ലേജ് ഓഫീസിലെ രേഖകളിൽ വഖഫ് ഭൂമിയായിട്ട് എഴുതിയിട്ടുണ്ടോ കൽപ്പാത്തിയിലെ 1 ഇഞ്ച് സ്ഥലം? നിങ്ങൾ പാലക്കാട് ഇലക്ഷൻ ഉണ്ടായതുകൊണ്ടല്ലേ കൽപ്പാത്തി പറഞ്ഞത്. അവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പില്ലല്ലോ. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട വാദം ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞ വാദം എന്താണ്? കോടതിക്കാണ് അധികാരം, അമുസ്ലിങ്ങളായ ആളുകൾ കൈകാര്യം ചെയ്ത കോടതിക്കാണ് അധികാരം. ഇതല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത്? നിങ്ങളുടെ 2A എന്താ പറയണത്? ഈ രാജ്യത്തെ ഏത് കോടതിയും ഏത് നിയമ സംവിധാനവും എന്ത് തീരുമാനമെടുത്താലും ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം വഖഫാവില്ല. ഇതാണ് നിങ്ങളുടെ 2A. ആ 2Aയുടെ അർത്ഥം എന്താണ്? മുനമ്പത്തെ ഭൂമി ട്രസ്റ്റിന് കൊടുത്തത് കൊണ്ട്, ട്രസ്റ്റ് കൈപ്പറ്റിയത് കൊണ്ട് വഖഫല്ല. അതാണ് നിങ്ങളുടെ വാദം. അപ്പോൾ എന്ത് പറ്റും? ആ വസ്തു സേട്ടിൻ്റെ അനന്തരാവകാശികൾക്ക് തിരിച്ചു പോകും. മുനമ്പക്കാർക്ക് ഭൂമി കിട്ടുമോ? നിങ്ങളുണ്ടാക്കിയ നിയമപ്രകാരം മുനമ്പക്കാർക്ക് ഭൂമി കിട്ടുമോ? അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതോ മുസ്ലിങ്ങൾ ധാരാളമുള്ളതുമായ ഒരു വഖഫ് ബോർഡ് ഇത് കൈകാര്യം ചെയ്യേണ്ട, പിന്നെ ആര് കൈകാര്യം ചെയ്യുക? കലക്ടർ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് കൈകാര്യം ചെയ്യുന്ന നിയമവ്യവസ്ഥ, ആ നിയമവ്യവസ്ഥയെ നിങ്ങൾ അട്ടിമറിച്ച് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലേക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥത തീരുമാനിക്കുന്ന അധികാരം കൊടുത്തു. വറചട്ടിയിൽ നിന്നും എരുതിയിലേക്കെന്ന് പറയും. അതായത് നിലവിലുള്ള വഖഫ് ബോർഡിനകത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. സുതാര്യതയ്ക്ക് വേണ്ടി മുസ്ലിം അല്ലാത്തവർ വരണം. ശരി, വന്നു.
വന്നാൽ പ്രശ്നം എന്താണ്? തർക്കം എവിടെ വന്നത്? അങ്ങനെ വരുന്ന സംവിധാനത്തിൽ ഭൂരിപക്ഷം എന്തായിരിക്കണം? ആ ഭൂരിപക്ഷം കലക്ടറായിരിക്കണം. അപ്പോൾ കലക്ടർ ഭൂരിപക്ഷം വന്നാൽ എന്താ സംഭവിക്കുക? കലക്ടറെ മാറ്റാൻ പറ്റത്തില്ല. അതിൻ്റെ ഭാഗമായിട്ടും സംഭവിക്കും. തീരുമാനം ഏതാണല്ലോ കലക്ടർ പറയുന്നത് നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? വറചട്ടിയിൽ നിന്ന് വെരുതിയിലേക്ക് എടുത്തെറിയുന്ന അനുഭവം നിങ്ങൾ ഈ കേരളത്തിലെ കലക്ടർമാരെ വെച്ചിട്ടൊന്നും കൈകാര്യം ചെയ്യരുത്. ദിവ്യ സയ്യരെ പോലെ കൈകാര്യം ചെയ്യുന്നവരൊന്നും സംശയം എന്താണ് ഇവിടെ? ശ്രീ കെ ജെ ജേക്കബ് ഒരു നേരെ മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ബാബറി മസ്ജിദ് അല്ല, ഒരു വാക്കൂടെ ശരത്തെ, ഒരു വാക്കൂടെ കെ എ നായരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കെ എ നായർ ആലപ്പുഴക്കാരൻ കലക്ടറായിരുന്നു. ആലപ്പുഴക്കാരൻ്റെ കലക്ടർ ഇല്ലായിരുന്നെങ്കിൽ, ഫൈസാബാദിൽ കലക്ടറായിരുന്നില്ലെങ്കിൽ 1948 ബാബറി മസ്ജിദിനകത്ത് രാമവിഗ്രഹം ഒളിച്ചു കിടത്തുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ രാജ്യസഭാ മെമ്പറാക്കി. പിന്നീട് ഒരു കലക്ടറെ, അപ്പോൾ പിന്നെ ഉത്തരേന്ത്യയിലെ കാര്യം പറയണോ? കലക്ടർ ഇന്നത്തെ സാഹചര്യത്തിൽ കലക്ടർമാരുടെ കയ്യിലേക്ക് ഇത് കൊടുക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം. റൈറ്റ്. ആ പോയിന്റിലേക്ക് ഞാൻ ശ്രീ കെ ജെ ജേക്കബിലേക്ക് കൂടി വരാം. ശ്രീ ജേക്കബ്, കോടതി അവിടെ വളരെ ശക്തമായൊരു ഇടപെടൽ ഈ ഘട്ടത്തിലും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ലേ? കാരണം സിവിൽ റൈറ്റിനെ കുറിച്ച്, സിവിൽ വ്യവഹാരത്തിൻ്റെയും റൈറ്റിനെ കുറിച്ചും ഒക്കെ പറയുന്ന ആളുകൾ തന്നെ കളക്ടറുടെ അടുത്തേക്ക് ഇത്തരം അവകാശങ്ങളും അധികാരങ്ങളും കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ കോടതിയുടെ അധികാരവും അവകാശവും കവരുകയല്ലേ? ജുഡീഷ്യറിയുടെ ഒരു പവറിലേക്ക് കളക്ടർമാർ കടന്നു വരും വിധത്തിലേക്ക് ആ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നിയമത്തിൽ അതിനെ വളരെ കൃത്യമായി ഒബ്ജക്റ്റ് ചെയ്ത് തന്നെയല്ലേ കോടതി, സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പോയിട്ടുള്ളത്? ഞാൻ ഈ 1995 നിയമം വായിച്ചപ്പം എനിക്ക് സാധാരണഗതിയിൽ നമ്മൾ നിയമത്തിന് അതിൻ്റേതായ ഒരു റിഗർ ഉണ്ടാകും, അതിൻ്റേതായ ഒരു ലോജിക്കും ഒരു യുക്തിയൊക്കെ ഉണ്ടാകും സാധാരണഗതിയിൽ. ഈ 1995 വഖഫ് ആക്ട് സത്യത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകും എന്നുള്ളതല്ല, മുസ്ലിം മത നേതൃത്വവുമായി ബന്ധപ്പെട്ട് അവരെ പ്രീണിപ്പിക്കാനും. അതല്ല എങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് കലക്ടറുടെ കയ്യിലേക്ക് പോയി. നേരത്തെ ഇതിലും വിചിത്രമായിരുന്നു. ഈ സെക്ഷൻ 40 പ്രകാരം മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ബോഡി, ഒരു വഖഫ് ബോർഡിന് ഒരു സ്ഥലം വഖഫാണെന്ന് അവർക്ക് തോന്നിയാൽ ഏറ്റെടുക്കാനും അത് ഏറ്റെടുത്ത് കൊടുക്കാൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവ് കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അത് ശരിക്കും സത്യത്തിൽ പ്രീണനത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച ഒരു നിയമമാണ്. ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് പറ്റിയ പിഴവിന് കോൺഗ്രസ് കാണിച്ച പരിഹാരമാണ്. അതായത് ഒരനീതിക്ക് വേറൊരു അനീതി കൊണ്ട്, അതാണ് ഈ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച അസംബന്ധങ്ങളുടെ പുറത്താണ് RSSും BJPയും അവരുടെ ന്യായങ്ങൾ കെട്ടിപ്പോക്കുന്നത്. അതാണ് അതിൻ്റെ പുറത്താണ് ഇപ്പോൾ മുൻപത്തെ കേസ് പോലും എടുത്തു വരുന്ന ഈ കാണുന്നതെല്ലാം വഖഫാക്കുമെന്ന് പറയാനുള്ള കാരണം ആ സെക്ഷൻ 40 ആയിരുന്നു. ആ സെക്ഷൻ 40 എടുത്തു കഴിഞ്ഞപ്പം സത്യത്തിൽ ഒരൊറ്റ മുസ്ലിമും ഉത്തരവാദിത്വമുള്ള ഒരൊറ്റ മുസ്ലിം ബോഡിയും അതിനെ എതിർത്തിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമി ഒഴികെ. ജമാഅത്തെ ഇസ്ലാമി, ഞാൻ അതിനെക്കുറിച്ച് എഴുതിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എൻ്റെ SDP എൻ്റെ പോലെ ചീത്ത വിളിച്ചു നടക്കുന്നു. പക്ഷേ ഉത്തരവാദിത്വമുള്ള ഒരു മുസ്ലിം അസോസിയേഷനും അതിനെ എതിർത്തിട്ടില്ല. അതൊരു മതപരമായ ബോഡിയാണ്, അതൊരു മതപരമായ ബോഡിയായിട്ട് തന്നെ നിലനിൽക്കണം. അവർക്കൊരു കേസുണ്ടെങ്കിൽ അത് ജില്ലാ കളക്ടറുടെ അടുത്തല്ല, കാരണം അതൊരു സിവിൽ ഡിസ്പ്യൂട്ടാണ്. ഒരു സ്ഥലം നിയമമനുസരിച്ച് വഖഫാണോ അല്ലയോ എന്ന് സർക്കാരല്ല തീരുമാനിക്കേണ്ടത്, അത് മര്യാദഘട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ തർക്കമുണ്ടായാൽ ജുഡീഷ്യറിയാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ആരുടെയെങ്കിലും സ്ഥലത്തിൻ്റെ തർക്കം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളക്ടറാണോ തീരുമാനിക്കുന്നത്? കളക്ടർ എന്താണ് തീരുമാനിക്കുന്നത്? അത് അങ്ങേയറ്റം, അതായത് ഒരു എന്തുകൊണ്ടാണ് ട്രിബ്യൂണലിൽ വിടാത്തത്? ട്രിബ്യൂണലിൽ വിടേണ്ട കേസല്ലേ അത്. കളക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞ് പിന്നെ ട്രിബ്യൂണലിൽ പോയി കഴിഞ്ഞ് പിന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി. ഇത് മര്യാദകേടാണ്. ഇത് നമ്മൾ ഈ ഈ ബോഡികൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ വഖഫായിട്ടുള്ള പ്രോപ്പർട്ടികൾ വേണ്ട പോലെ ഭരിക്കപ്പെടാനും മാനേജ് ചെയ്യപ്പെടാനും വേണ്ടിയിട്ടാണ്. അതിനെ അനന്തമായിട്ടുള്ള കേസുകൾ ഉൾപ്പെടുത്തുക അല്ല ചെയ്യേണ്ടത്. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് കോടതിക്ക് വിട്ടുകൂടാ? എന്തിനാണ് കളക്ടറെ ഏൽപ്പിക്കുന്നത്? നിങ്ങൾ പറയും. നമ്മുടെ നാട്ടിൽ ഡിസ്പ്യൂട്ട് തർക്ക പരിഹാര ഏജൻ്റാണോ ജില്ലാ കളക്ടർ? ജില്ലാ കളക്ടർക്ക് എത്ര തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറ്റും? അത് മാത്രമല്ലല്ലോ തർക്കങ്ങൾ പരിഹരിക്കുക, ട്രിബ്യൂണൽ ഉണ്ടാക്കുക. അതെ, അത് തർക്കഭൂമിയായി വന്നു കഴിഞ്ഞാൽ അത് ആ നിലയിൽ ജില്ലാ കളക്ടർക്ക് കയറി പ്രവർത്തിക്കാൻ കഴിയും വിധത്തിലേക്ക് കൂടിയല്ലേ 2025 ഈ നിയമം വിഭാവനം ചെയ്യുന്നത്?
ഇപ്പോഴത്തെ അതനുസരിച്ച് തർക്കമായി കഴിഞ്ഞാൽ പിന്നെ അത് വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി മാറുകയാണ്. അത് ഇന്നലെ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു കഥ അത് ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്ന് കർക്കശമായിട്ട് സുപ്രീം കോടതി പറഞ്ഞു. ഡീനോട്ടിഫൈ ചെയ്യില്ല എന്ന് സർക്കാർ പറയുകയും ചെയ്തു. അപ്പം നമ്മളതിൻ്റെ ഏറ്റവും ബേസിക്സിലേക്ക് പോയാൽ ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് നമ്മളിത് കണക്കാക്കണം, ഇത് BJP സർക്കാർ കൊണ്ടുവന്നതാണ്. ഇന്നലെ നടന്നതുപോലെ ഈ ജില്ലാ കളക്ടറുടെ കയ്യിലേക്ക് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലേക്ക് ഈ ഒരു തർക്ക പരിഹാരത്തിന് വേണ്ടി വിടുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. സർക്കാരല്ല അക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. അത് രേഖകൾ പരിശോധിച്ച് കോടതി എടുക്കേണ്ട തീരുമാനമാണ്. നിങ്ങൾ എന്തിനാണ് അവിടെ കൊണ്ട് എക്സിക്യൂട്ടീവിനെ കൊണ്ട് കുത്തിക്കയറ്റി വെക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് കോടതിക്ക് വിട്ടുകൂടാ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലത്തർക്കങ്ങളും പോലെ ഈ സ്ഥലത്തർക്കങ്ങളും കോടതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടെന്നേ. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് നിങ്ങളൊരു എന്ന് മാത്രമല്ല, ജില്ലാ കളക്ടർ ആ കേസെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ തന്നെ അത് അല്ലാതായി മാറും. ശരത്തിൻ്റെ സ്ഥലം എൻ്റേതാണ് എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് കളക്ടർ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ ശരത്തിൻ്റെ സ്ഥലം അല്ലാതായി മാറുകയാണ്. അത് എവിടെ കേട്ടിട്ടുള്ള നിയമമാണ്? ഇങ്ങനെ നമ്മുടെ സാമാന്യ ബോധത്തിനും യുക്തിബോധത്തിനും ഭരണഘടനാ തത്വങ്ങൾക്കും എതിരായ ഒട്ടനേകം സെക്ഷനുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമമാണ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രിൻറ്റും. അത് BJP പ്രതിനിധിയോട് പറയാതിരിക്കാൻ വയ്യ. ഇതെങ്ങനെയാണ് നമുക്ക് ഇതേ നിയമങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ദേവസ്വം ബോർഡ് ആരാധനയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ദേവസ്വത്തിൻ്റെ സ്വത്ത് മുഴുവൻ പരിശോധിക്കുന്നത് ദേവസ്വം ബോർഡല്ലേ? നിങ്ങൾ സമ്മതിക്കുമോ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി കഴിഞ്ഞിട്ട് അത് ജില്ലാ കളക്ടർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? BJP സമ്മതിക്കുമോ? ഇത് എല്ലാ എല്ലാവരും ഇന്ത്യക്കാരല്ലേ, അവർക്കെല്ലാവർക്കും ഏകദേശം തുല്യമായ നിയമങ്ങൾ ബാധകമാക്കണ്ടേ? അതാണ് സുപ്രീം കോടതി ഇന്നലെ ചോദിച്ചത്. നിങ്ങൾ സമ്മതിക്കുമോ ദേവസ്വം ബോർഡിൻ്റെ ഇതിൽ? ഞാനതാ ചോദിക്കുന്നത്. തൃശ്ശൂർ ജില്ലാ കളക്ടറെ ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ അതിലൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ RSSകാർ ബഹളമുണ്ടാക്കിയില്ലേ? എന്തിനായിരുന്നു അത്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോകുന്ന കുറേ കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഷളാക്കുന്നത്? നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് എന്തുമാത്രം മീൻ പിടിച്ചു, ഇനിയും നിങ്ങൾക്കിതുവരെ മതിയായിട്ടില്ല. പ്രിൻറ്റു, വളരെ വളരെ ഗൗരവമുള്ള ചോദ്യം കേരളത്തിൽ നിന്ന് സ്വാഭാവികമായും ഇക്കാര്യങ്ങളിൽ ഈ തരത്തിൽ തന്നെ ഉയരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കളക്ടറെ നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതിൽ തന്നെ നിങ്ങളുടെ നിക്ഷിപ്ത താല്പര്യം വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, അതുതന്നെയാണ് കോടതി വളരെ കൃത്യമായി അതിൽ അപാകത കണ്ടെത്തി തന്നെ മുന്നോട്ട് പോയത്. ഈ അണ്ടർടേക്കിങ്ങിനെ കുറിച്ച് നേരത്തെ അനിൽകുമാർ സംസാരിച്ചു. നിങ്ങൾ അതേക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ എഴുതി ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ് ഒരു സ്റ്റേ വരാതിരുന്നത്. അതിനിപ്പോൾ ശ്രീ KJ ജേക്കബ് പറഞ്ഞ ആ ഉദാഹരണം മാത്രം മതിയല്ലോ. കോടതി വഖഫായി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളുടെ തൽസ്ഥിതി തുടരണം, അത് കേന്ദ്ര സർക്കാരിന് കോടതിയിൽ അംഗീകരിച്ച് അണ്ടർടേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നേ. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലേക്കൊന്നും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ടാണല്ലോ കോടതി ആ നിലയിലൊരു ഇടക്കാല ഉത്തരവിൽ ആ ഡയറക്ഷൻ വെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അണ്ടർടേക്കിംഗ് കൊടുത്തില്ലേ? ഇല്ലെന്ന് പറ അങ്ങനെയാണെങ്കിൽ താങ്കൾ. അല്ല സാർ, ചട്ടങ്ങൾ രൂപീകരിക്കാത്തോടത്തോളം കാലം അത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സാധിക്കുക. ചട്ടങ്ങൾ രൂപീകരിച്ച ശേഷമുള്ള നിയമത്തിന്റെ പ്രാബല്യം അതിനെ നടപ്പിലാക്കലും ഉള്ള വ്യവസ്ഥകൾ വരികയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് കോടതി പറഞ്ഞ കാര്യത്തെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് പറ്റുകയുള്ളൂ. ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ UP ആക്ട് ചെയ്തില്ലേ? UP രാത്രിക്ക് രാത്രി ആക്ട് ചെയ്തില്ലേ? അതിനെന്ത് മറുപടി? അല്ല ഞാൻ അത് UP എന്ത് അടിസ്ഥാനത്തിലാണ് അത് ആക്ട് ചെയ്ത്, ഏത് നിയമത്തിന്റെ പ്രാബല്യത്തിലാണോ ഈ വരുന്ന ഭേദഗതി അടിസ്ഥാനത്തിലാണോ എന്നുള്ള കാര്യം എനിക്ക് വലിയ വ്യക്തതയില്ല. ഇതാണ് പ്രശ്നം. പ്രിന്റുവിന് പോലും ഒരു ചർച്ചയിൽ പറഞ്ഞു നിൽക്കാൻ കഴിയും. പ്രിന്റു തന്നെ ഒരു ചോദ്യം പ്രിന്റുവിനോട് ഞാനല്ല പ്രിന്റു ഒരു ചോദ്യം പറ്റൂ, ഇത്രേ ഉള്ളൂ. ഈ ബില്ല് വന്ന ഉടനെ കേരള സർക്കാർ കരമടച്ചാൽ മതി, കരമെടുത്താൽ മതി, 2 വില്ലേജ് ഓഫീസർമാർ കരമെടുക്കാൻ തീരുമാനിച്ചാൽ മതി എന്ന് BJP നേതാക്കന്മാർ പറഞ്ഞത് എന്തിനാ? നിങ്ങൾ പറഞ്ഞു ചട്ടം വന്നില്ല എന്ന്. പക്ഷേ ഇത് വിജ്ഞാപനം ചെയ്തതോടുകൂടി കേരള സർക്കാരിന് ഇനി കരമടയ്ക്കാം മുനമ്പക്കാരുടെ കാര്യം എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത്? അല്ല, അതിനകത്ത് സാങ്കേതികമായ തർക്ക വിഷയം മാറിക്കൊണ്ട് അതൊരു റവന്യൂ വിഷയമായി മാറിയ സമയത്ത് സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ സാധിക്കുന്ന വിഷയമാണ് സാർ. അതിനകത്ത് വലിയ ക്രമപ്രശ്നമില്ല. അതിനകത്ത് ഈ മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ തന്നെയല്ല സാർ. അല്ല, അതിന് അങ്ങനെയല്ല നിയമസാങ്കേതികമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി വന്നത്. അല്ല
അല്ല, ഞാൻ റവന്യൂ വിഷയമായിക്കൊണ്ടുള്ള വിഷയങ്ങൾ തീർന്നു എന്ത് പറഞ്ഞത്. clarity? എന്ത് റവന്യൂ clarity കുറവ്? സംബന്ധമായിട്ടുള്ള വിഷയം എന്താണ് clarity കുറവ്? പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നിയമം മനസ്സിലാക്കേണ്ടത്, വന്നാൽ ചട്ടം നിങ്ങൾ വരാതെ മനസ്സിലാക്കേണ്ടത്, നടപ്പാകില്ല. ജേക്കബ് സാർ, സത്യം അല്ല, അദ്ദേഹം ഈ നിയമം ചർച്ചയ്ക്ക് അതാണ് ജേക്കബ് സാർ, അതിൽ ഒളിച്ചു ജേക്കബ് പോരുത്. അല്ല, അതിൽ ഒളിച്ചു പോരുത്. എനിക്ക് സമയം തരണ്ട, എനിക്കിത് സമയം തരണ്ട. ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ പറയുന്നു, നിയമം വന്നാൽ അത് പാർലമെന്റ് നിയമം പാസ്സാക്കിയാൽ എനിക്ക് സമയം തരണ്ട. ഇത് അവസാനിപ്പിക്കാം. ഞാൻ പറയട്ടെ, ഞാൻ BJP-യോട് പറയുകയാണ്. പറയട്ടെ സാർ ദയവായി സാർ എന്ന് കേൾക്കൂ. ഒരു നിയമം പാസ്സായാൽ ചട്ടം വരുമ്പോൾ മാത്രമാണ് പ്രാബല്യം ഉണ്ടാവുക. ചട്ടം വരാൻ 3 മാസം 3 ആഴ്ചയെങ്കിലും എടുക്കും. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായ നടപടി കൊണ്ട് ഞങ്ങൾക്ക് പരുക്കൊന്നുമില്ല. പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സായതല്ലേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ പൊസിഷൻ. അങ്ങനാണെങ്കിൽ 3 ദിവസം മുമ്പ് നിങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു കേരളത്തിലെ പിണറായി സർക്കാരിന് കരമടയ്ക്കാവുന്നതാണ്. 2 വില്ലേജ് ഓഫീസർമാർ വിചാരിച്ചാൽ ഈ വിഷയം തീരും. നിങ്ങൾ എന്തിനാണ് അങ്ങനെ മുനമ്പത്തെ ജനങ്ങളോട് പറഞ്ഞത്? ഇന്നത്തെ നിലപാടല്ലല്ലോ മിനിഞ്ഞാന്ന് പറഞ്ഞത്. ഇതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ഇനി എനിക്ക് സമയം തരണ്ട. ഉത്തരം എന്ത് വേണം? അല്ല, അതെ, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ കൃത്യമായി പഠിച്ചുകൊണ്ട് ആദരണീയനായിട്ടുള്ള നമ്മുടെ ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞല്ലോ, ഇതിനകത്ത് ചട്ടഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് കൃത്യമായി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം ഞങ്ങൾ സമർപ്പിക്കുമെന്ന് അതിനകത്ത് വ്യക്തത വരുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കി, ജേക്കബ് സാർ പറഞ്ഞ 2 വിഷയങ്ങളുണ്ട്. 95-ലെ ഭേദഗതിയും 2013-ലെ ഭേദഗതിയും. ഇതുപോലും അവിടെ ഇന്ന് കോടതിക്കകത്ത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലെ തീർപ്പ് കൽപ്പനയും കോടതി നടത്തിയിട്ടില്ല. അതും കൂടി പരിഗണിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കൂ, ഇത് കൃത്യമായിട്ടുള്ള പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെട്ടു ഒരു കിരാത നിയമമാക്കി മാറ്റിയത് വഖഫിനെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. അദ്ദേഹം സൂചിപ്പിച്ചത് അത് ബാബരി മസ്ജിദിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് കിട്ടിയ ആ ഡാമേജിനെ പരിഹരിക്കാൻ നടത്തിയിട്ട് വലിയൊരു കിരാത നിയമമാക്കിയിട്ട് വഖഫിനെ മാറ്റിയതാണ്. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ വഖഫ് നിയമത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരാൻ പോകുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ വഖഫ് ചെയ്യപ്പെട്ടുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്യപ്പെട്ട 1 സെന്റ് ഭൂമി പോലും അന്യായപ്പെടില്ല. അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഇത് പറഞ്ഞ ഈ വഖഫ് ഇന്നലെ രാത്രി യുപിയിൽ സംഭവിച്ചതോ എന്തുറപ്പ് താങ്കൾക്ക് പറയാൻ പറ്റും? കേരളത്തിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ നമ്മൾ കാണുകയല്ലേ, നേരത്തെ ശ്രീ ജേക്കബ് സൂചിപ്പിച്ച പോലെ യുപിയിൽ ചട്ടം ഒന്നും വന്നില്ല. ഈ നിയമം വന്ന് കോടതിയിലടക്കം അത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ തന്നെ യോഗി സർക്കാർ എന്താണ് ചെയ്തത്? അതിന് ഘടകവിരുദ്ധമായി ഇവിടെ മറ്റൊരു ആർഗ്യുമെന്റ്. ഇതിനകത്ത് മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കൽ ചെയ്തത്, ഇതിൽ കളക്ടറാണ്, അങ്ങനെ പറയരുത്, കളക്ടറാണ് ഇതിനകത്തുള്ള ജഡ്ജി എന്ന് നിങ്ങൾ പറയരുത്. ഇപ്പോൾ അനിൽ സാറിന്റെ വർത്തമാനത്തിൽ അദ്ദേഹം എക്സിക്യൂട്ടീവിനെ അംഗീകരിക്കില്ല, അദ്ദേഹം ലെജിസ്ലേറ്റീവ് അംഗീകരിക്കില്ല. ഇപ്പോൾ ചെറിയ രീതിയിൽ ജുഡീഷ്യറി അനുകൂലമായി പറഞ്ഞപ്പോൾ ജുഡീഷ്യറിയോട് ചെറിയ രീതിയിലുള്ള അദ്ദേഹത്തിന് ജുഡീഷ്യറി ഒരു അനുഭവമുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 വാക്ക് ഇപ്പൊ നോക്കൂ, കളക്ടർമാർ എന്ന് പറയുന്നത് മുഴുവൻ ഇവിടെ സംഘപരിവാറാണോ? അതെന്ത് പാർലമെന്റ് അവതരിപ്പിച്ച ഒരു ബില്ല് വരുന്ന സമയത്ത് കോടതിയിൽ ആ ക്ലോസ് എങ്ങനെ കണ്ടു? കോടതി കളക്ടറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അമിത അധികാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോടതിയുടെ അതാണ് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? ഈ നിയമം 2025-ലെ നിയമത്തിന് ആ അമിതാധികാരത്തിന്റെ പ്രവണതകളുണ്ട്, ലക്ഷണമുണ്ട്. ഈ ക്ലിയർ അത് തന്നെയാണ്. അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്, അല്ലെ പറയില്ലല്ലോ. ശ്രീ കെ ജെ ജേക്കബ്, ഇതിൽ താങ്കൾ തന്നെ എഴുതി മുമ്പ് ഇവർ സംസാരിച്ച ഒരു കാര്യം, ഈ നിയമം വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴാണല്ലോ നിങ്ങൾ അമിത അധികാരത്തെ കുറിച്ച് പറയുന്നത്, സിവിൽ കോടതികളെ കുറിച്ച് പറയുന്നത്, സുപ്രീം കോടതികളെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ ശ്രീ കെ ജെ ജേക്കബ്, താങ്കൾ തന്നെ മുമ്പ് സംസാരിച്ച വിഷയത്തിൽ എഫ് ബി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ കിരൺ റിജിജുവിനെ മുനമ്പത്ത് കൊണ്ടുവന്നത് നന്നായി, ഇല്ലെങ്കിൽ എന്തെല്ലാം തരത്തിൽ പാടി നടക്കുമായിരുന്നു. നിയമം വന്നില്ലേ, ഇനി കേരളത്തിൽ സർക്കാർ വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം പരിഹരിക്കാം, അവരത് ചെയ്യുന്നില്ലല്ലോ എന്ന തരത്തിൽ തന്നെ ഒരു വലിയ പ്രചാരണം അഴിച്ചുവിട്ടേനെ, കാസയും മറ്റും അത് പാടി നടന്നേനെ. പക്ഷേ കിരൺ റിജിജു വന്നതോടെ, താങ്കൾ എഴുതിയതാണ് ഞാനീ പറയുന്നത്, കിരൺ റിജിജു വന്നതോടെ ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. സുപ്രീം കോടതി കാര്യങ്ങൾ ചോദിച്ച് അതിൽ വാക്കാൽ നിർദ്ദേശങ്ങൾ കൊടുത്തതിനെ സുപ്രധാന വ്യവസ്ഥകളെ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഏതാണ്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് കരുതാറായോ ശ്രീ കെ ജെ ജേക്കബ്? ഇതിൻ്റെ അകത്തൊരു പ്രശ്നം, ഈ മുനമ്പത്തെ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ തലേ വന്ന് കയറിയതാണ്. ഇത് കേരളത്തിലെ LDF, CPM ഇതിൽ സത്യത്തിൽ ഇതിൽ കക്ഷികളെ അല്ല,
ഇതിൻ്റെ അകത്തെ പ്രശ്നം വളരെ സങ്കീർണമാണ്. ഞാൻ ഇന്നലെ കൂടി ശ്രദ്ധിക്കുകയായിരുന്നു, ശ്രീ പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഏകദേശം 8 മിനിറ്റ് എടുത്തിട്ടാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കമ്മീഷനെ വെച്ചത് എന്ന് പറയാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ ഏകദേശം 8 മിനിറ്റ് എടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടതാണ്. സാധാരണഗതി പിണറായി വിജയൻ 1 മിനിറ്റ് കൂടുതൽ ഒരു വിഷയത്തെക്കുറിച്ച് അതിനുള്ളിൽ അദ്ദേഹത്തിനത് പറയാൻ അറിയാം. 30 സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പറയും. 1.5 മിനിറ്റ് കൂടുതൽ അദ്ദേഹത്തിന് ഒരു വിഷയം പറയാൻ ആവശ്യമില്ല. കാരണം അത്ര സങ്കീർണമാണ് ആ പ്രശ്നം. ഞാൻ കണക്കാക്കുന്നത് അത് ഫറൂഖ് കോളേജാണ് ആ കേസിലെ 1-ാം പ്രതി. അവരാണ് മുനമ്പത്തെ മനുഷ്യരെ പറ്റിച്ചത്. അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. പക്ഷേ അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണമെങ്കിൽ പോലും അതിസങ്കീർണമായ നൂലാമാല, നിയമത്തിൻ്റെ നൂലാമാലകളുണ്ട്. വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മുഴുവൻ ഒരു നിയമം കൊണ്ട് BJPക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഈ പർട്ടിക്കുലർ കേസ് എടുത്തപ്പോൾ 2A വന്നിരിക്കുന്നത് ഒരു പ്രത്യേക മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പ്രത്യേക സെക്ഷനിൽപ്പെട്ട അവരുടെ ട്രസ്റ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2A വന്നിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഇതും ചെയ്യാമായിരുന്നു, ഈ മുൻപത്തെ കാര്യവും ചെയ്യാമായിരുന്നു. ഇവർക്കൊരു നിയമപരമായ പ്രശ്നം പാർലമെൻറ്റിൽ ഈ പ്രത്യേക ജനറലല്ല, കാരണം ഇതൊരു പ്രത്യേക പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ ഇപ്പോൾ കിരൺ റിജിജു പാർലമെൻറ്റിൽ പറഞ്ഞു, മുൻപത്തെ ആളുകൾ എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ അതിനകത്ത് ഉണ്ടാക്കാമായിരുന്നു, അതുണ്ടാക്കിയില്ല. അപ്പോൾ ഈ പ്രശ്നം മുൻപത്തെ പ്രശ്നം വളരെ സങ്കീർണമാണ്. അതിന് 10 മിനിറ്റ് പരിഹാരം ഉണ്ടാക്കാമെന്ന് VD സതീശനും, ഞങ്ങൾ നിയമമുണ്ടാക്കി പിറ്റേ ദിവസം ഈ BJPയുടെ നേതാക്കന്മാരൊക്കെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞതല്ലേ, ഈ രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ പ്രശ്നം തീർന്നു എന്ന്. മനുഷ്യരെ പറ്റിക്കരുത്, അത് നിങ്ങൾ ചെയ്യരുത്. റിജിയു വന്നിട്ട് നിങ്ങൾക്ക് സുപ്രീം കോടതി വരെ കേസ് പറയാനുള്ള ഒരു വഴി ഞങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു. വളരെ സത്യസന്ധമായൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ അനിൽകുമാറൊക്കെ ഇവിടെ അനിൽകുമാറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മുഖ്യമന്ത്രി അടക്കം വിശദീകരിച്ച് അവരുടെ തൊണ്ടയിലെ വെള്ളം പറ്റിയനെ. സംസ്ഥാന സർക്കാരിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ നിയമത്തിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു കാര്യവുമില്ല എന്ന് അഡ്വക്കേറ്റ് അനിൽകുമാറിനെ പോലെയുള്ള CPMൻ്റെ ആളുകൾ ചാനലുകളിൽ നിന്ന് വിശദീകരിച്ച് അവർ മരിച്ചുപോയാണ്. കിരൺ റിജിജു ഏറ്റെടുത്തത്. സത്യത്തിൽ ഞാൻ ഇന്നലെ താങ്കൾ പറഞ്ഞതിൻ്റെ കൂടെ ഒന്നുകൂടി സപ്ലിമെൻ്റ് ചെയ്യാണ്. കാരണം കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് അതേക്കുറിച്ച് പഠിക്കാനോ ശ്രദ്ധിക്കാനോ അതിൻ്റെ നാനാവശങ്ങൾ മനസ്സിലാക്കി ഒരു നിലപാട് അവതരിപ്പിക്കാനോ തയ്യാറാകാതെ ആ വിവാദത്തിൻ്റെ ഓരം ചേർന്ന് തന്നെ പോയേനെ. അപ്പോൾ സംഗതി ഗംഭീരമായേനെ. അല്ലല്ല, അത് പിണറായി വിജയൻ്റെ തലയ്ക്ക് വെച്ചേനെ. അത് കേന്ദ്ര സർക്കാർ നിയമം പാസാക്കി എന്നിട്ട് മുൻപത്തെ ആളുകളുടെ അടുത്ത് നികുതി സ്വീകരിക്കുന്നില്ല എന്ന് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞേനെ. ഗവർണർ ബില്ല് ഒപ്പിടാത്തതിൻ്റെ പേരിൽ കൊടുത്ത് അതിനെതിരെ സുപ്രീം കോടതി പോയതിൻ്റെ പേരിൽ കൊടുത്ത വക്കീൽ ഫീസിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കിയ പാർട്ടികളാണ്. അവർക്കിത് മനസ്സിലാവില്ല. അവരത് പിണറായി വിജയൻ മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സത്യത്തിൽ LDF ഒരു നന്ദി റിജിജു യോഗം സംഘടിപ്പിക്കണം തന്നെയാണ്. ഒരു സെക്കൻഡ് അനുവദിച്ചാൽ ഒരു കാര്യം അനുവദിക്കുമെങ്കിൽ സരസോ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, പറയട്ടെ. ഒന്ന്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ബില്ലിന് സെക്ഷൻ 40 പോലെ, ഇപ്പോൾ ജേക്കബ് സാർ പറഞ്ഞു സെക്ഷൻ 40 പോലെയുള്ള ഒരിക്കൽ പോലും ഒരു മേൽക്കോടതിക്ക് പോകാൻ പോലും മുൻപത്തെ ജനതയ്ക്ക് സാധ്യമല്ലാത്ത ഒരു ബില്ലിനാണ് ഭേദഗതി വരുത്തിയത്. ഈ ബില്ലിന് അനുകൂലമായിരുന്നോ പ്രതികൂലമായിരുന്നോ ഈ സർക്കാരിൻ്റെ CPMൻ്റെ MP-മാർ, കോൺഗ്രസിന്റെ MP-മാർ എന്തായിരുന്നു നിലപാട്? അപ്പൊ അതിനർത്ഥം എന്താണ്? മുനമ്പൻ ജനതയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആശ്വാസം കിട്ടിയത് സാർ. അപ്പൊ അതിനു പോലും അവസരം നിഷേധിക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ കോൺഗ്രസ് BJPയുടെ വാദം ക്ലിയർ. നമുക്ക് ചുരുക്കിയെടുക്കാം. താങ്കൾ പറഞ്ഞത് ക്ലിയറായി. ജനതയുടെ ഏത് നീതിക്ക് വേണ്ടിയിട്ടാണ് പോരാടിയിരുന്നത്? ശരി അനിൽകുമാർ, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് അധികം ദീർഘിപ്പിക്കാതെ രണ്ടുപേരിലേക്കും ശ്രീ ജേക്കബിലേക്കും വരാം. ശ്രീ അനിൽകുമാർ. അല്ല, ഇടവേള കഴിഞ്ഞ് മതി. എനിക്ക് ഇടവേള കഴിഞ്ഞ് അടുത്ത ചോദ്യം ചോദിക്കണമല്ലോ, അതുകൊണ്ടാണ്. ഇടവേള കഴിഞ്ഞ് മതി. ശ്രീ ജേക്കബ്, താങ്കൾ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ കൃത്യമാണ് കാര്യം. ഒന്ന് പറഞ്ഞോളൂ. വഖഫിന്റെ പേരിലുള്ള ഈ നിയമനിർമ്മാണത്തെ CPM ശക്തമായി എതിർക്കുന്നു. ആ നിയമത്തെ സമഗ്രമായിട്ടാണ് കാണേണ്ടത്. സെക്ഷൻ 40 ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിലേക്ക് കാണാൻ പറ്റാത്തത് നിങ്ങളിപ്പോൾ എന്താ കാണിച്ചത്? സെക്ഷൻ 40 എടുത്തു കളഞ്ഞു. സെക്ഷൻ 40 എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഓൾട്ടർനേറ്റീവ് എന്താണ്? കളക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വറചട്ടിയിൽ നിന്ന് വരുതിയിലേക്ക്. നിങ്ങൾ സെക്ഷൻ 40 റീമോൾഡ് ചെയ്ത് നിയമനിർമ്മാണം കൊണ്ടുവരുന്നെങ്കിൽ അതിന് അഭിപ്രായം പറഞ്ഞാൽ ഇപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ലാത്ത എന്താണ്? അത് റദ്ദ് ചെയ്യാണ്. റദ്ദ് ചെയ്തിട്ട് പകരം കൊണ്ടുവരുന്ന സംവിധാനം അതിനേക്കാൾ അവസ്ഥയാണ്.
Okay. അവിടെയാണ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഭീകരത എന്ന് പറഞ്ഞുകൊണ്ട് കടന്നാക്രമിക്കാനുള്ള ഒരു മറയാണ്. ശ്രീ ജേക്കബ് കൂടി, ശ്രീ കെ ജെ ജേക്കബ് കൂടി. അല്ല, അത് തന്നെയാണ്. അതായത് നമ്മൾ പെൻഡുലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് അത്രേ സ്പീഡിൽ ഇങ്ങോട്ട് പോവുകയാണ്. ഒന്ന് പിന്നെ മുസ്ലിങ്ങൾ മാത്രമുള്ളൊരു ബോഡി അവർക്ക് ജുഡീഷ്യൽ പവർ കൊടുത്തു വെക്കുന്നു, അത് കോൺഗ്രസിൻ്റെ വക. അതിങ്ങോട്ട് മാറ്റി മുസ്ലിങ്ങൾക്ക് യാതൊരു റോളുമില്ല, ഒരു കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ വഖഫിൻ്റെ പുറത്തുള്ള അധികാരം ഇല്ലാതാകുന്ന വിധത്തിൽ അത് ജില്ലാ കളക്ടർ എടുത്തിട്ട് അടുത്ത പെൻഡുലം. അങ്ങനെയല്ലല്ലോ നമ്മൾ കാര്യങ്ങൾക്ക് നീതിപരമായിട്ടല്ലേ പരിഹാരം കാണേണ്ടത്. അതൊരു ജുഡീഷ്യറിക്ക് വിട്. നിങ്ങൾ ജുഡീഷ്യറിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എതിർക്കില്ല. സത്യം CPM നിലപാട് എനിക്കറിയില്ല. സെക്ഷൻ 40 മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങളത് വഖഫ് ബോർഡിനെ ഒരു മാനേജ്മെൻറ്റ് അതോറിറ്റി ആയിട്ടും ട്രിബ്യൂണലിനെ തർക്ക പരിഹാര ബോഡിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എതിർക്കില്ല. അത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള നീതിപരമായ ഒരു സംവിധാനമാണെന്ന് ഞാൻ പറയും. ജില്ലാ കളക്ടറെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഭരണകൂടത്തെ എക്സിക്യൂട്ടീവിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അത് തെറ്റാണ്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയല്ല. എങ്ങനെയാണ് സെക്ഷൻ 40 നിയമവിരുദ്ധമാകുന്നോ അതുപോലെ തന്നെ നിയമവിരുദ്ധമാണ് ഇപ്പം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമവും. അത് തന്നെയാണ്. പെൻഡുലം ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി അതേ സ്പീഡിൽ തിരിച്ചിങ്ങോട്ടും പറ്റാം. അതല്ല ശരി. നിങ്ങൾ ഒരു മര്യാദകേട് മാറ്റാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയാൽ മറ്റൊരു മര്യാദകേട് വെച്ചുകൊണ്ടല്ല അത് ചെയ്യേണ്ടത്. കോടതി ഇടപെടും അതിൻ്റെ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും വന്ന വേഗതയിലും മൂർച്ചയിലും ഈ നിയമവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആ നിലയിൽ സുപ്രീം കോടതി ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് നിശ്ചയമായും കേന്ദ്ര സർക്കാരിന് മുമ്പിലുണ്ട്. അല്ല, ഇതിനകത്ത് നമുക്ക് മെയ് 5-ാം തീയതി കൃത്യമായിട്ട് കോടതി ഇതിന് അനുകൂലമായിട്ട് തന്നെ തീരുമാനമെടുക്കുന്നത് തന്നെ ഞങ്ങൾ പ്രതീക്ഷ. നോക്കൂ, ഇതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട ഈ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ വളരെയധികം കൈയോട് കൂടിയിട്ടാണ് സുപ്രീം കോടതി വരവേറ്റത്. നിങ്ങൾ മനസ്സിലാക്കണം, അതിലെ വഖഫ് ബോർഡിനകത്തുള്ള കയ്യടി കിട്ടാത്തതും തടഞ്ഞു വെച്ചതുമായതാണ് പ്രശ്നം. അതിനാണ് ഈ നിയമം. പ്രാതിനിധ്യം അല്ല പ്രാതിനിധ്യമായിക്കോട്ടെ. ഈ സത്യത്തിൽ ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലിനെ കോടതി എല്ലാ അർത്ഥത്തിലും സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനം എന്ന രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ സ്റ്റേ ചെയ്യേണ്ടതാണ് സാർ. കാരണം ഇതിനകത്തിൽ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങൾ തന്നെ എഴുതി കൊടുത്തില്ലേ? എന്തിന് സ്റ്റേ? കേന്ദ്ര സർക്കാർ തന്നെ എഴുതി കൊടുത്തില്ലേ? കേന്ദ്ര സർക്കാർ തന്നെ എഴുതി കൊടുത്തില്ലേ പല അപകടകരമായ വ്യവസ്ഥകളുടെ കാര്യത്തിലും? ആ വാദത്തിലേക്ക് ഞാൻ ഇനിയില്ല, കഴിഞ്ഞതാണ്. അത് കോടതി നടപടികളുടെ ഭാഗമാണ്. അല്ല, ഒട്ടുമല്ല. അതെങ്ങനെയാണ്? അല്ലല്ല, കോടതി നടപടികളുടെ ഭാഗമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കോടതിയിൽ നടന്നിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തെ വളരെ കേസിൽ ദുർബലമാകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഇന്നലെ കേസ് ഇന്നത്തേക്ക് മാറ്റാൻ പറഞ്ഞു. ഇനി 7 ദിവസത്തെ സമയം ചോദിച്ചു. ഈ അണ്ടർടേക്കിംഗ് കൊടുത്ത് സ്റ്റേ എന്ന് പറയുന്ന ഒരു വലിയ നാണക്കേടിൽ നിന്ന് തലയൂരാൻ എഴുതി സമ്മതിച്ചു. ഇതാണ് സംഭവിച്ചത്. ഒരു നാണക്കേടുമില്ല സാർ, ഒരു നാണക്കേടുമില്ല. അത് നിങ്ങൾ വ്യാഖ്യാനിക്കുക. നിങ്ങൾ കുറെ മാധ്യമങ്ങൾ. ശ്രീ അനിൽകുമാർ, ഏതായാലും BJP ചർച്ചകളിൽ അങ്ങനെ വഴങ്ങിത്തരാൻ ഉദ്ദേശിക്കില്ല. അത് ന്യായമായി അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷേ രാഷ്ട്രപതി, ഗവർണർ ഇവരൊക്കെ ഭരണഘടനാതീതമായി പ്രവർത്തിക്കുന്നു എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായി മതത്തെ ഭരണഘടനാ വിരുദ്ധമായി, ഭരണഘടനാതീതമായി നിയമം നിർമ്മിക്കുന്നു. അതിലും ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടേണ്ടി വരുന്നു. പക്ഷേ ഗൗരവമായൊരു പ്രശ്നം ഉത്തരേന്ത്യൻ രാഷ്ട്രീയമടക്കം മുന്നിൽ വെച്ച് ഇനി എന്ത് എന്നൊരു ചോദ്യം ഇതിനകത്ത് അടങ്ങിയിട്ടില്ലേ രാഷ്ട്രീയമായി? കൃത്യമായിട്ടും ഇത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ്. അവർ ബാബർ മസ്ജിദ് തകർത്തതിന് ശേഷം രാമക്ഷേത്ര നിർമ്മിതിയിലേക്ക് പോയി. പക്ഷേ രാമക്ഷേത്രം നിർമ്മിച്ചിട്ടും അയോധ്യയിൽ BJP തോറ്റു. അതിനർത്ഥം എന്താണ്? ഇനി അയോധ്യയുമായി ബന്ധപ്പെട്ട പ്രചരണം BJPയുടെ ഹിന്ദുത്വയെ മുന്നോട്ട് കൊണ്ടുപോകില്ല. രണ്ടാമതെന്ത് സംഭവിച്ചു? ഇന്ത്യ രാജ്യത്ത് പല സ്ഥലങ്ങളിലും തർക്കം ഉണ്ടാക്കിക്കൊണ്ട് പള്ളികളുടെ മേലെ ക്ലെയിം ഉന്നയിച്ചു. അവസാനം സുപ്രീം കോടതി അതിന് തടയിട്ടു. ഒരു പള്ളിക്കകത്തും ഇനി നിങ്ങൾ ശിവലിംഗം കൊണ്ടും തപ്പാൻ നടക്കണ്ട, തൽസ്ഥിതി തുടരണം. അപ്പോൾ ഇനി തർക്കപ്രശ്നങ്ങൾ വേണം. ആ തർക്കപ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇവിടെ ആരെങ്കിലും ഒരാൾ ഒരു പരാതി കലക്ടർക്ക് തന്നാൽ അതോടുകൂടി അത് വഖഫിൻ്റെ സ്റ്റാറ്റസ് പോകും, തർക്കഭൂമിയാകും എന്ന് വന്നത്. അതിനാണ് ബഹുമാനപ്പെട്ട ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ആരാധനാലയത്തിന് ആധാരമുണ്ടാകുമോ? ഏത് രേഖയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ ആർക്കും തർക്കമുണ്ടാക്കാൻ കഴിയും. രാജ്യമാകെ തർക്കഭൂമികളുടെ മൈൻ നിക്ഷേപിക്കുക,
ഇതായിരുന്നു BJPയുടെ തന്ത്രം. ആ മൈനുകളെ നിർവീര്യമാക്കി എന്നുള്ളതാണ് ശരി. സുപ്രീം കോടതിയുടെ ഇന്നലത്തെ ചോദ്യങ്ങളുടെ അർത്ഥം. ആ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ആ ചോദ്യങ്ങൾക്ക് എഴുതി നൽകേണ്ടി വന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്. ഇവിടെ ശ്രീ KJ ജേക്കബ്, വളരെ സ്വാഭാവികമായി ആകാംക്ഷയോടെ നമ്മുടെ മുമ്പിലുള്ളതും ഒരു ചോദ്യം അതുതന്നെയാണ്. ഇനി എന്ത്, ഇനി എന്താകും, ഇനി എന്തൊക്കെ എന്ന ഒരു മേഖലയെക്കുറിച്ച്, ഭാഗത്തെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ തുടർച്ചയിൽ? ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കാറുണ്ട്. കാരണം കോടതിയും ഭരണഘടനയൊക്കെ നമ്മുടെ നാട്ടിൻ്റെ രാജ്യത്തിൻ്റെ പൊളിറ്റിയുടെ റിഫ്ലക്ഷൻസാണ്. നിയമങ്ങളും ഭരണഘടനയൊക്കെ നമ്മുടെ രാജ്യം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട രാജ്യം മതനിരപേക്ഷമായി നിലനിർത്താൻ നമ്മുടെ രാജ്യത്തെ മനുഷ്യർ തീരുമാനിച്ചതാണ്. അതിന് റിഫ്ലക്ഷനാണ്. അടിസ്ഥാനപരമായി നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം തന്നെയാണ് കാര്യങ്ങൾ നിശ്ചയിക്കുക. കോടതികൾക്കും ഭരണഘടനയ്ക്കും പോലും ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ എഴുതി വച്ചിരിക്കുന്നതാണ്. മനുഷ്യരുടെ മനസ്സിലാണ് രാഷ്ട്രീയമുള്ളത്. ഇപ്പോൾ BJP ചെയ്യുന്നത് പോലെ ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതുപോലെ വഴിനീളെ വെറുപ്പിൻ്റെ മൈനുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ രാജ്യം എവിടെ ചെന്ന് നിൽക്കും? നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം മൈനുകളെ കോടതികൾക്ക് നിർവീര്യമാക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. രാഷ്ട്രീയമാണ് അടിസ്ഥാനപരമായി നമ്മൾ പറയുന്ന രാഷ്ട്രീയം. നമ്മൾ മറ്റുള്ള ഒരാളെ അയാളുടെ മതത്തിൻ്റെ പേരിൽ പിന്നെ ജാതിയുടെ പേരിൽ ഇങ്ങനെ വെറുപ്പുണ്ടാക്കി വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അധികാരം പിടിക്കാൻ പറ്റൂ എന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി തീരുമാനിച്ചാൽ അതിനെതിരെ മറ്റുള്ള മനുഷ്യർ രാഷ്ട്രീയപരമായിട്ട് സംഘടിപ്പിക്കുക, മനുഷ്യരോട് ഇക്കാര്യം പറയുക എന്നുള്ളത് മാത്രമേ. ഞാനത് സ്ഥിരം ആലോചിക്കുന്ന കാര്യമാണ്. ഭരണഘടനയും നിയമവും വെച്ച് മാത്രം നമുക്ക് രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അടിസ്ഥാനപരമായി മനുഷ്യർ തീരുമാനിക്കണം. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ജീവിക്കാൻ വേണ്ടി മനുഷ്യർ യുദ്ധം ചെയ്യുന്ന ഒരു നാട്ടിൽ മതത്തിൻ്റെ പേരിൽ, തർക്കങ്ങളുടെ പേരിൽ നമുക്ക് നിയമനിർമ്മാണ സഭകളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസികളെ കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ പുറത്ത് അധികാരം കൊടുക്കാൻ പറ്റില്ല എന്ന് മനുഷ്യർ തീരുമാനിക്കണം. അതിനുവേണ്ടിയുള്ള വലിയ സമരം നമ്മളൊരുണ്ടാവും നടത്തേണ്ടി വരും. ഞാനത് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന കാര്യമാണ്. തീർച്ചയായും ജനങ്ങളുടെ മനസ്സിലേക്ക് അത്തരം ചിന്തകൾ കുറെ കൂടി ശക്തമായി വരുന്നതിന് ഇടവരുത്തുന്ന വളരെ ശക്തമായ ഇടപെടലാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഈ വഖഫ് നിയമം 2025 വഖഫ് നിയമം എന്നതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ വലിയ തിരിച്ചടിയായി മോദി സർക്കാരിന് മുമ്പാകെ നിൽക്കുകയാണ്. രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു വലിയ പോരാട്ടത്തിന് ഊർജം പകരുന്നതായി സുപ്രീം കോടതിയുടെ ഇടപെടൽ മാറിയിട്ടുണ്ട് എന്ന വലിയ ധാരണയും ചിന്തയും വളരെ ശക്തമായി തന്നെ വളരെ വലിയ നിലയിൽ ആ ധാരണ ഉറപ്പിക്കുന്നതിന് ഇടവരുത്തിയ ഒരു ദിവസം തന്നെയാണ്. സ്റ്റേ ഇല്ലെങ്കിലും സ്റ്റേക്ക് സമാനമായ നിലയിലുള്ള ശക്തമായ നിർദ്ദേശങ്ങളാണ് ആ നിയമവുമായി മുന്നോട്ട് പോകുമ്പോൾ ചെയ്യരുതാത്തത് എന്താണ് എന്ന് സുപ്രീം കോടതി കൃത്യമായി ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. 3 പേർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിന്.